ഒരു വലിയ യുദ്ധം കാരണം ഭൂമിയിൽ മനുഷ്യൻ കെട്ടിപ്പൊക്കിയ പല കാര്യങ്ങളും നശിച്ചുപോയി. ഇപ്പോഴും ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ചില ആളുകൾ ചേർന്നിട്ട് പുതിയൊരു ലോകം തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റുള്ള പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഒഴിവായി ഒരു വലിയ മതിൽ കെട്ടി അതിനകത്താണ് ഈ ആൾക്കാരൊക്കെ ജീവിക്കുന്നത്. എന്നാൽ ഈ ലോകത്ത് ചില നിയമങ്ങളുണ്ട്. ഇവിടെ ജീവിക്കുന്ന ആളുകളെയൊക്കെ അവരുടെ സ്വഭാവ സവിശേഷതകൾ അനുസരിച്ചിട്ട് 5 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. ആ സിസ്റ്റത്തിന് ഫാക്ഷൻ എന്നാണ് പറയുന്നത്. ഈ 5 ഗ്രൂപ്പിലുള്ള ആൾക്കാരും 5 വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത്. അതിൽ ആദ്യത്തേതാണ് എറിയോഡൈറ്റ്. ഈ വിഭാഗത്തിലുള്ള ആളുകളൊക്കെ ബുദ്ധിശാലികളായിരിക്കും. അറിവിനും ചിന്തയ്ക്കും മാത്രം പ്രാധാന്യം കൽപ്പിക്കുന്നവര്. ഇവർക്കറിയാത്ത കാര്യങ്ങളൊന്നുമില്ല. രണ്ടാമത്തെ ഗ്രൂപ്പാണ് അമിറ്റി. ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാരൊക്കെ കൃഷിക്കാരാണ്. ഇവരെല്ലാവരും തന്നെ ദയയുള്ള ആൾക്കാരാണ്. മാത്രമല്ല എല്ലാവരും തന്നെ ഒറ്റക്കെട്ടാണ്. എപ്പോഴും സന്തോഷത്തിലായിരിക്കുകയും ചെയ്യും. ഇനി മൂന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കാൻഡോർ ആണ്. നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കുന്ന ഇവരാണ്. ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും സത്യസന്ധന്മാരായിരിക്കും. പറയാൻ പാടില്ലാത്ത സമയത്ത് പോലും അവർ സത്യം മാത്രമേ പറയുള്ളൂ. ഇനി നാലാമത്തെ ഗ്രൂപ്പ് ഡൗൺലെസ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇവരെ പ്രൊട്ടക്ടേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഈ ലോകത്തുള്ള എല്ലാ ആൾക്കാരെയും സംരക്ഷിക്കുന്നത് ഇവരാണ്. ഒരു പോലീസ് എന്നൊക്കെ പറയാം. ഇവരെല്ലാവരും നല്ല ധൈര്യശാലികളായിരിക്കും. ഇവരുടെ കാട്ടിക്കൂട്ടിലൊക്കെ കാണുമ്പോൾ ഈ ലോകത്തുള്ള ആൾക്കാരെ പറയുന്നത് ഇവർക്ക് മൊത്തം വട്ടാണെന്നാണ്. ഇനി അഞ്ചാമത്തെ ഗ്രൂപ്പ്, അതിന് അബ്നിഗേഷൻ എന്നാണ് വിളിക്കുന്നത്. ഈ കൂട്ടത്തിലുള്ള ആൾക്കാരെ സ്റ്റിഫ് എന്നും വിളിക്കാറുണ്ട്. ഇവര് മെയിനായിട്ട് ചെയ്യുന്നത് ബാക്കിയുള്ള ആൾക്കാരെ സഹായിക്കുക എന്നുള്ളതാണ്. ഒരു സാധാരണ ജീവിതമാണ് ഇവർ ജീവിക്കുന്നത്. ഈ 5 എണ്ണമാണ് ഇവിടുത്തെ മെയിൻ ഗ്രൂപ്പുകൾ. ഇനി ഈ ആളുകളിലൊന്നും പെടാതെ വേറെയും ചില ആൾക്കാരുണ്ട്. അതിലൊന്നിനെ ഫാക്ഷൻലെസ് എന്നാണ് പറയുന്നത്. ഇവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഗ്രൂപ്പൊന്നുമില്ല. ഇവരിങ്ങനെ കിളി പോയ പോലെ അലഞ്ഞു തിരിഞ്ഞ് ഇങ്ങനെ നടക്കും. ഇവർക്കും ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഈ അബ്നിഗേഷനിലുള്ള ആൾക്കാരാണ്. ഈ 5 ഗ്രൂപ്പുകളെയും ഭരിക്കുന്ന ഒരു ടീമുണ്ട്. അത് അബ്നിഗേഷനിലുള്ള ആൾക്കാരാണ്. അവരാണ് ഈ ലോകത്തുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. അപ്പൊ ഇതാണ് ഈ കഥയുടെ ഒരു പശ്ചാത്തലം. ഇനി നമുക്ക് കഥയുടെ മെയിൻ പ്ലോട്ടിലേക്ക് വരാം. ഈ സിനിമ പറയുന്നത് ഒരു പെൺകുട്ടിയുടെ കഥയാണ്. ഇവളുടെ പേര് ബിയാട്രിസ് എന്നാണ്. അച്ഛന്റെയും അമ്മയുടെയും സഹോദരന്റെയും കൂടെയാണ് ഇവള് ജീവിക്കുന്നത്. ഇവളുടെ സഹോദരന്റെ പേരാണ് കാലിബ്. ഇവരെല്ലാവരും അബ്നിഗേഷൻ ഫാമിലിയിലുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ ലോകത്തിന്റെ ഭരണം കയ്യിലുള്ളത് അബ്നിഗേഷൻ ഫാക്ഷന്റെ കയ്യിലാണ്. അതിന്റെ തലപ്പത്തുള്ള ഒരാളാണ് ഇവളുടെ അച്ഛനും. ഇനി നേരത്തെ പറഞ്ഞ ആ 5 ഫാക്ഷൻ ഉണ്ടല്ലോ, എറിയോഡൈറ്റ്, അമിറ്റി, കോണ്ടോർ, ഡോൺലെസ്, അബ്നിഗേഷൻ. ഈ 5 ഫാക്ഷനിലേക്കും അങ്ങനെ ചുമ്മാ ഒരാൾക്ക് പോകാൻ പറ്റത്തില്ല. അതിനൊരു ടെസ്റ്റ് ഉണ്ട്. അതൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. ഒരാളിൽ ആ ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാണ് ഈ വ്യക്തി ഏത് ഫാക്ഷനിലുള്ള ആളാണ് എന്നവർ നിർണ്ണയിക്കുന്നത്. ഇന്നത്തെ ദിവസമാണ് ബിയാട്രിസിന്റെയും അവളുടെ സഹോദരന്റെയും ടെസ്റ്റ്. ബിയാട്രിസ് ആണെങ്കിൽ നല്ല ടെൻഷനിലാണ്. കാരണം ചെറുപ്പം മുതലേ അവൾ നല്ല ധൈര്യശാലിയാണ്. അതുകൊണ്ട് ഡൗൺലെസ് ആണ് അവൾക്ക് കൂടുതൽ താല്പര്യം. പക്ഷെ അങ്ങനെ ഡൗൺലെസ്സിൽ സെലക്ട് ആവുകയാണെങ്കിൽ അവൾ അവളുടെ ഫാമിലിയിൽ നിന്ന് വിട്ടു പോകേണ്ടി വരും. അങ്ങനെ ആ ടെസ്റ്റിന്റെ സമയമായി. ആ ടെസ്റ്റിൽ പങ്കെടുക്കാൻ വേണ്ടി ഈ ബിയാട്രിസ് അടക്കം കുറെ പിള്ളേര് ഒരു ക്യാമ്പസിന്റെ മുന്നിൽ നിൽക്കുകയാണ്. അതിനിടയിലാണ് ഒരു ട്രെയിൻ അതിൽ പാസ് ചെയ്യുന്നത്. ട്രെയിൻ ആ ക്യാമ്പസിന്റെ മുന്നിൽ എത്തുമ്പോൾ ആ ട്രെയിനിൽ നിന്നും കുറെ ആൾക്കാർ പുറത്തേക്ക് ചാടുകയാണ്. ഇവരെല്ലാം ഡൗൺലെസ്സിലുള്ള പിള്ളേരാണ്. ഇവരുടെ വരവും പോക്കൊക്കെ ഇങ്ങനെ തന്നെയാണ്. ട്രെയിൻ ഓടുമ്പോൾ ചാടി കയറുക, അതേപോലെ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ചാടി ഇറങ്ങുക, ഇങ്ങനെയുള്ള സാഹസികരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്യുന്നത്. അവരുടെ ആ ക്യാമ്പസിലേക്കുള്ള വരവൊക്കെ കാണുമ്പോൾ ബിയാട്രിസിനാണെങ്കിൽ അവളുടെ ചോര തിളയ്ക്കാൻ തുടങ്ങി. കാരണം അവക്കും ഡൗൺലെസ് ആണ് താല്പര്യം. അങ്ങനെ ടെസ്റ്റിനുള്ള സമയമായി. എല്ലാവരും ഇപ്പോൾ ആ ബിൽഡിങ്ങിനകത്തേക്ക് പോവാണ്. ആ ടെസ്റ്റ് നടക്കുന്ന സ്ഥലത്തെത്തി കഴിയുമ്പോൾ ബിയാട്രിസിന് ഒരു റൂമിന്റെ അകത്തേക്കാണ് വിളിക്കുന്നത്. ആ റൂമിനകത്ത് ഒരു ലേഡി മാത്രമേ ഉള്ളൂ. ഇവളുടെ പേര് ടെറി എന്നാണ്. ഇവളാണ് ബിയാട്രിസിന് ഇപ്പൊ ടെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ അവളെ അവിടെ ഒരു ചെയറിൽ നിർത്തിയതിനു ശേഷം ടെറി അവൾക്ക് ഒരു ഡ്രിങ്ക് കുടിക്കാൻ കൊടുക്കുകയാണ്. അത് കുടിച്ച ഉടനെ തന്നെ ബിയാട്രിസിന് ഒരു ഹാലൂസിനേഷൻ വരാൻ തുടങ്ങി. അവൾ നോക്കുമ്പോൾ അവളുടെ ചുറ്റിനും കണ്ണാടിയാണ്. അതിലുള്ള അവളുടെ റിഫ്ലക്ഷൻ ആണ് അവൾക്ക് കാണാൻ സാധിക്കുന്നത്. ഈ സമയത്താണ് അവിടെ 2 കാര്യങ്ങൾ വെച്ചിരിക്കുന്ന അവൾ ശ്രദ്ധിക്കുന്നത്. ഒരു ടേബിളിലായിട്ട് കുറച്ച് ഇറച്ചിയും ഒരു ടേബിളിൽ വാളുമാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അവൾക്ക് അറിയത്തില്ല. പെട്ടെന്നാണ് ഒരു പട്ടി അവളുടെ മുന്നിലേക്ക് വരുന്നത്. അതിനെ കാണുമ്പോൾ അവൾക്ക് ശരിക്കും പേടിയാവാൻ തുടങ്ങി. അവൾ ഇങ്ങനെ പതുക്കെ പുറകിലേക്ക് നടക്കുകയാണ്. പെട്ടെന്നാണ് ആ പട്ടി അവളെ അറ്റാക്ക് ചെയ്യുന്നത്. എന്നാൽ ഈ സമയം ബിയാട്രിസ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവൾക്കറിയാം ഇത് ഹാലൂസിനേഷൻ ആണെന്ന്. അവളിങ്ങനെ അവളുടെ മൈൻഡ് കാമാക്കാൻ തുടങ്ങി. അവൾ അത് ചെയ്യുമ്പോൾ ആ പട്ടിയും അതേപോലെ തന്നെ സൈലന്റ് ആവാണ്. അതിപ്പോ വളരെ സ്നേഹത്തോടെയാണ് അവളുടെ മുന്നിൽ നിൽക്കുന്നത്. എന്നാൽ ഈ സമയത്താണ് ഒരു ചെറിയ പെൺകുട്ടി അങ്ങോട്ട് വരുന്നത്. ആ പെൺകുട്ടിയെ കണ്ട ഉടനെ തന്നെ പട്ടി അതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അതിന്റെ അടുത്തേക്ക് പോവാണ്. എന്നാൽ അത് കാണുമ്പോൾ ബിയാട്രിസ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ പട്ടിയുടെ മേലേക്ക് ചാടി വീഴാണ്. ഇതോടുകൂടെ അവൾ ഞെട്ടി എഴുന്നേൽക്കുന്നു. ഇത്രയുമായിരുന്നു അവൾക്കുണ്ടായ ആ ഹാലൂസിനേഷൻ. ഇപ്പൊ ഇവക്കുണ്ടായ ഈ ഹാലൂസിനേഷൻ അവിടുത്തെ സ്ക്രീനിൽ ആ ടെറിക്കും കാണാൻ സാധിക്കും. അവളാണെങ്കിൽ വല്ലാത്തൊരു ടെൻഷനിലാണ്. അവൾ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ വേഗം ഇവിടെ നിന്ന് പോവാൻ നോക്ക്. ഞാൻ തന്ന മരുന്ന് കുടിച്ചപ്പോൾ നിനക്ക് വയ്യാണ്ടായി എന്ന് ബാക്കിയുള്ളവരോട് പറഞ്ഞാൽ മതി. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം, നീ ഏത് ഫാക്ഷനിലാണ് സെലക്ട് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബ്നിഗേഷൻ എന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെയാണ് ടെറി പറയുന്നത്.
അവളുടെ ആ വെപ്രാളവും കാര്യം കാണുമ്പോൾ ബിയാട്രിസിന് ശരിക്കും ഡൗട്ട് ആവാൻ തുടങ്ങി. എന്താണ് പ്രശ്നം? യഥാർത്ഥത്തിൽ ഞാൻ ഏതിലാണ് സെലക്ട് ആയത് എന്നാണ് അവൾ ചോദിക്കുന്നത്. ആദ്യമൊന്നും അത് പറയാൻ കൂട്ടാക്കത്തില്ലെങ്കിലും അവളെങ്ങനെ നിർബന്ധിക്കുമ്പോൾ ടെറി അതിനെക്കുറിച്ച് പറയാൻ തുടങ്ങി. നിന്നെ ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ നീ ഈ 5 ഫാക്ഷനിലും പെടുന്നുണ്ട്. അതായത് നീ എറിയോഡൈറ്റ് ആണ്, അമിറ്റി ആണ്, കോണ്ടോർ ആണ്, ഡൗൺലെസ് ആണ്, അബ്നിഗേഷനും ആണ്. അങ്ങനെ ഏതെങ്കിലും ഒരു ഫാക്ഷനിൽ നിന്നെ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. ഇത് വളരെ റെയർ ആയിട്ടുള്ളൊരു കേസാണ്. ഇങ്ങനെയുള്ള ആൾക്കാരെ പറയുന്നത് ഡൈവർജന്റ് എന്നാണ്. പക്ഷെ ഒരു കാരണവശാലും നീ ഈ ഒരു കാര്യം പുറത്തു പറയരുത്. നിന്റെ അച്ഛനോടും അമ്മയോട് പോലും പറയരുത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീട് നിനക്ക് പണിയാവും. നാളെയാണ് നിന്റെ ഫാക്ഷൻ സെലക്ട് ചെയ്യുന്നത്. നീ അവിടെയും അബ്നിഗേഷൻ തന്നെ പറഞ്ഞാൽ മതി. നിന്റെ ടെസ്റ്റ് റിസൾട്ട് ഞാൻ എഴുതിയിരിക്കുന്നത് അബ്നിഗേഷൻ എന്നാണ് എന്ന് പറഞ്ഞിട്ട് ടെറി അവൾ അവിടെ നിന്ന് പറഞ്ഞു വിടാണ്. എന്നാൽ അവക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ അവൾ വീട്ടിലെത്തി. രാത്രിയാകുമ്പോൾ അവർ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. ഈ സമയം അവരുടെ പാരന്റ്സ് നീ ഏതിലാണ് സെലക്ട് ആയത് എന്നൊക്കെ അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഈ സമയം ടെറി പറഞ്ഞ പോലെ തന്നെ അവൾ അബ്നിഗേഷൻ തന്നെയാണ് അവരോട് പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന കാര്യം അവൾ പറയുന്നില്ല. ഈ സമയത്താണ് അവളുടെ അച്ഛൻ മറ്റൊരു കാര്യം പറയുന്നത്. ഈ അബ്നിഗേഷൻ ആണല്ലോ ഇപ്പൊ ആ ലോകത്തെ ഭരണമൊക്കെ നോക്കുന്നത്. എന്നാൽ ആ ഭരണം അട്ടിമറിക്കാൻ വേണ്ടി എറിയോഡൈറ്റുകൾ ശ്രമിക്കുന്നുണ്ട്. ഇവളുടെ അച്ഛനൊരു ഫ്രണ്ട് ഉണ്ട്, മാർക്കസ് എന്നാണ് അയാളുടെ പേര്. പണ്ട് അയാളുടെ മകനെ ശരിക്കും ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ എറിയോഡൈറ്റിലെ ആൾക്കാരൊക്കെ അയാളെ കൊല്ലാൻ നടക്കുകയാണ്. ഭരണം എങ്ങാനും അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവർ മാർക്കസിനെ കൊല്ലും. അതുകൊണ്ട് അത് കിട്ടാതിരിക്കട്ടെ, പിന്നെ നീയും നിന്റെ കാര്യം പ്രത്യേകം നോക്കണം എന്നൊക്കെയാണ് അവളുടെ അച്ഛൻ ഇങ്ങനെ പറയുന്നത്. അങ്ങനെ പിറ്റേ ദിവസമായി. ഇന്നാണ് അവർ ഏത് ഫാക്ഷനിലാണ് എന്ന് സെലക്ട് ചെയ്യുന്നത്. അതിനുവേണ്ടി ആ ടെസ്റ്റിൽ പങ്കെടുത്ത കുട്ടികളൊക്കെ ആ ക്യാമ്പസിലേക്ക് വന്നിട്ടുണ്ട്. ഈ സമയത്താണ് എറിയോഡൈറ്റുകളുടെ ലീഡർ അങ്ങോട്ട് വരുന്നത്. ഇവളുടെ പേര് ജിനിൻ എന്നാണ്. ഇവളാണ് ഈ ഭരണം അട്ടിമറിക്കാനൊക്കെ ശ്രമിക്കുന്നത്. ഈ ഒരു സമയത്താണ് അവൾ ബിയാട്രിസിനെ പരിചയപ്പെടുന്നത്. ബിയാട്രിസ് ഇത്രയും കാലം വിചാരിച്ചിരിക്കുന്നത് ടെസ്റ്റ് റിസൾട്ടിനനുസരിച്ചിട്ടാണ് അവരെ ഫാക്ഷൻ തീരുമാനിക്കാന്ന്. എന്നാൽ ഇപ്പൊ ജിനിൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ടെസ്റ്റ് റിസൾട്ടിനെ ബേസ് ചെയ്ത് നിങ്ങൾ ആരും ഒരു ഫാക്ഷൻ തിരഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോ ടെസ്റ്റ് റിസൾട്ടിൽ എന്ത് തന്നെ വന്നാലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വേറെ ഫാക്ഷനിലേക്ക് മാറാനും അവസരമുണ്ട്. പക്ഷെ ഒരിക്കലും അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് തിരിച്ചുവരവ് ഉണ്ടാവത്തില്ല എന്നാണ് ജിനിൻ പറയുന്നത്. അങ്ങനെ സെലക്ഷൻ ടൈമായി. അവിടുത്തെ സ്റ്റേജിലായിട്ട് 5 ബൗളുകൾ വെച്ചിട്ടുണ്ട്. ഈ 5 ബൗളുകളും സൂചിപ്പിക്കുന്നത് ഓരോരോ ഫാക്ഷനെയാണ്. അവർ പേര് വിളിക്കുന്ന ആൾ അങ്ങോട്ട് ചെന്നതിന് ശേഷം അവർ ഏത് ഫാക്ഷനാണോ സെലക്ട് ചെയ്യുന്നത് ആ ബൗളിലേക്ക് അവരുടെ ബ്ലഡ് ഊറ്റിക്കണം. ഇതാണ് അവിടെ ചെയ്യേണ്ടത്. അങ്ങനെ ഓരോരുത്തരായിട്ട് സ്റ്റേജിലേക്ക് വിളിക്കാൻ തുടങ്ങി. അവർ ഓരോരുത്തരും അവരുടെ ഫാക്ഷൻസ് ഇങ്ങനെ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയവും ബിയാട്രിസ് ആണ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താണ് അവൾക്ക് ചെയ്യേണ്ടത് എന്നൊരു എത്തുമ്പോഴും കിട്ടിയിട്ടില്ല ഇതുവരെ. അങ്ങനെ അവളുടെ ബ്രദറായ കാലിബ് സ്റ്റേജിലേക്ക് ചെന്നു. അവൻ അബ്നിഗേഷൻ ഫാമിലിയിൽ പെട്ടതാണെങ്കിലും അവനിപ്പോ തെരഞ്ഞെടുത്തിരിക്കുന്ന ഫാക്ഷൻ എറിയോഡൈറ്റ് ആണ്. അങ്ങനെ അവന്റെ സെലക്ഷൻ കഴിഞ്ഞു. ഇനി അടുത്തത് ബിയാട്രിസ് ആണ്. അവൾ ആ സ്റ്റേജിലേക്ക് നടക്കുമ്പോൾ അവളുടെ പാരന്റ്സ് ഒക്കെ അവളെ തന്നെ ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവരുടെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ച് അവൾ തെരഞ്ഞെടുത്തത് ഡൗൺലെസ് ഫാക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഞെട്ടലോടെയാണ് അവരവിടെ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ അവൾക്ക് അബ്നിഗേഷനിലേക്ക് പോകാൻ പറ്റത്തില്ല. ഇനി അവൾ ജീവിക്കേണ്ടത് ആ ഡോൺലെസ്സിലെ ആൾക്കാരുടെ കൂടെയാണ്. അങ്ങനെ വളരെ സങ്കടത്തോടെ അവളുടെ പാരന്റ്സിനൊന്ന് നോക്കിയതിനു ശേഷമാണ് അവൾ ആ ഡോൺലെസ്സിന്റെ ആൾക്കാരുടെ കൂടെ അവിടെ നിന്ന് പോകുന്നത്. അവളുടെ പാരന്റ്സും ശരിക്കും വിഷമത്തിലിരിക്കുകയാണ്. അങ്ങനെ ആ ബിൽഡിങ്ങിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം ആ ഡോൺലെസ്സിലെ മുഴുവൻ പിള്ളേരും അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. കുറെ ഓടി അവരിപ്പം അവിടെ ഒരു തൂണ് വഴി മുകളിലേക്ക് വലിഞ്ഞു കയറാണ്. അവരിപ്പോ കയറിക്കൊണ്ടിരിക്കുന്നത് റെയിൽ പാളത്തിലേക്കാണ്. അങ്ങനെ അത് കാണുമ്പോൾ ബിയാട്രിസും അതിലേക്ക് വലിഞ്ഞു കയറാൻ തുടങ്ങി. കുറച്ച് കഷ്ടപ്പെട്ടാണ് അവൾ അതിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറുന്നത്. അങ്ങനെ എല്ലാവരും പാലത്തിലെത്തി. ഈ സമയത്താണ് ട്രെയിൻ അങ്ങോട്ട് വരുന്നത്. ഇനിയിപ്പോൾ ആ ട്രെയിനിലേക്ക് ചാടി കയറണം. അതാണ് അവർ അടുത്തായിട്ട് ചെയ്യുന്നത്. അങ്ങനെ ഓരോരുത്തരായിട്ട് ആ ട്രെയിനിലേക്ക് ഇങ്ങനെ ചാടി കയറാണ്. എല്ലാവരും കയറി കഴിഞ്ഞ് അവസാനമാണ് ബിയാട്രിസ് കയറുന്നത്. അങ്ങനെ ട്രെയിനിന്റെ അകത്തേക്ക് എത്തിയ ഉടനെ തന്നെ അവൾ പുതിയൊരാളെ പരിചയപ്പെടുന്നുണ്ട്. ഇവളുടെ പേര് ക്രിസ്റ്റീന എന്നാണ്. അങ്ങനെ ട്രെയിൻ ഇങ്ങനെ മുന്നോട്ട് പോകാൻ തുടങ്ങി. ഈ ട്രെയിൻ പോകുന്ന വഴിക്കാണ് ഈ ഡൗൺലെസ്സിന്റെ കോട്ട. അവിടേക്കാണ് ഇനി അവർക്ക് പോകേണ്ടത്. പക്ഷെ ട്രെയിൻ അവിടെ നിർത്തി കൊടുക്കത്തില്ല. കറക്റ്റായിട്ട് ആ സ്ഥലം എത്തുമ്പോൾ അവർ ആ ട്രെയിനിൽ നിന്ന് ചാടണം. അങ്ങനെ അവരുടെ സീനിയേഴ്സ് പറഞ്ഞതിനെ തുടർന്ന് എല്ലാവരും ചാടാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഒരു ബിൽഡിങ്ങിന്റെ അവിടെ എത്തുമ്പോൾ എല്ലാവരും അതിന് മുകളിലേക്ക് ചാടാൻ തുടങ്ങി. ആ ചാട്ടം എങ്ങാനും പിഴച്ചവർ ബിൽഡിങ്ങിൽ നിന്ന് താഴേക്ക് വീണു പോവാണെങ്കിൽ ഒന്നില്ലെങ്കിൽ മരിക്കും. ഇനി എങ്ങാനും മരിച്ചിട്ടില്ലെങ്കിൽ അവർ ആ ഫാക്ഷനിൽ നിന്ന് ഔട്ടാവുകയും ചെയ്യും. അതാണ് നിയമം. അങ്ങനെ എല്ലാവരും ചാടിക്കഴിഞ്ഞ് അവസാനമാണ് ബിയാട്രിസും ക്രിസ്റ്റീനയും ആ ബിൽഡിങ്ങിലേക്ക് ചാടുന്നത്. അങ്ങനെ എല്ലാവരും ആ ബിൽഡിങ്ങിന്റെ മുകളിൽ കൂടിയിരിക്കുകയാണ്. ഈ സമയം ഡോൺലെസ്സിന്റെ ലീഡർമാരിൽ ഒരുത്തൻ അവിടെ നിൽക്കുന്നുണ്ട്. ഇവന്റെ പേര് എറിക് എന്നാണ്. അവനിപ്പം അവരടുത്തതായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പൊ അവർ നിൽക്കുന്ന ബിൽഡിംഗ് ഉണ്ടല്ലോ, അതിൽ നിന്ന് താഴേക്ക് എടുത്ത് ചാടണം. ഇനി അതാണ് അവർ ചെയ്യേണ്ടത്. പക്ഷെ അത് നല്ല ഉയരമുള്ള ബിൽഡിംഗ് ആണ്. ആർക്കും ചാടാൻ ധൈര്യം വരുന്നില്ല. ഈ സമയം ഞാൻ ചാടിക്കോളാന്നും പറഞ്ഞിട്ട് ബിയാട്രിസ് മുന്നിലേക്ക് വരികയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൾ ആ ബിൽഡിങ്ങിൽ നിന്ന് താഴേക്ക് ചാടി. അവൾ നേരെ ചെന്ന് ലാൻഡ് ചെയ്യുന്നത് അവിടെ കെട്ടിയിരിക്കുന്ന ഒരു വലയുടെ മുകളിലാണ്. ഈ സമയം ഡോൺലെസ്സിന്റെ ലീഡർമാരിൽ മറ്റൊരുത്തൻ അവിടെ നിൽക്കുന്നുണ്ട്. ഇവന്റെ പേര് 4 എന്നാണ്. അവനാണ് അവൾ ആ നെറ്റിൽ നിന്ന് താഴേക്ക് ഇറക്കുന്നത്. ഈ 4 കുറച്ച് ജാടയൊക്കെ ഉള്ള ടീമാണ്.
ലീഡറായി പോയില്ലേ, അതുകൊണ്ട് അവന് ജാട കാണിച്ചേ മതിയാവും. ഈ സമയം അവൻ അവളുടെ പേര് ചോദിക്കുന്നുണ്ട്. ബിയാട്രിസ് എന്നുള്ള പേര് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് ട്രിസ് എന്നാണ് അവൾ പേര് പറയുന്നത്. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും പുതിയ കുട്ടികൾ എല്ലാവരും താഴേക്ക് എത്തി. ഫോർ ഇപ്പം അവനെ ഒന്ന് അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇവൻ ഇന്റലിജൻസ് ടീമിലാണ് വർക്ക് ചെയ്യുന്നത്. എങ്കിലും ഇവരുടെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് ഇവന്റെ ഡ്യൂട്ടിയാണ്. അവൻ അവരെയും കൂട്ടിക്കൊണ്ട് പോകുന്നത് അവർക്ക് താമസിക്കേണ്ട സ്ഥലത്തേക്കാണ്. ഒരു ഹാളിലാണ് അവർ കിടന്നുറങ്ങേണ്ടത്. ഇവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും രണ്ട് വ്യത്യസ്ത സെക്ഷനിലായിട്ടല്ല, എല്ലാവരും ഒരുമിച്ചാണ് കിടക്കേണ്ടത്. ഡ്രസ്സ് മാറാൻ പോലും അവിടെ ഒരു സൗകര്യമില്ല. എന്തിനേറെ പറയുന്നു, ബാത്റൂമിൽ പോലും ഒരു ചെറിയ മറ പോലും ഇല്ല. അങ്ങനെ അടുത്തതായിട്ട് അവർ പോകുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സമയമാകുമ്പോഴേക്കും ബിയാട്രിസും ക്രിസ്റ്റീനും നല്ല ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ വേറെ 3 പേരെയും കൂടെ പരിചയപ്പെടുന്നുണ്ട്. വിൽ, അൽ, പീറ്റർ എന്നിങ്ങനെയാണ് അവരുടെ പേര്. ഈ സമയം അവർ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നത് ആ ഫോറിന്റെ കൂടെയാണ്. അവരിങ്ങനെ പല ഫാക്ഷന്റെ കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. മാത്രമല്ല അതിനൊക്കെ ഓരോന്നിങ്ങനെ പറഞ്ഞ് കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതൊന്നും ഫോറിന് ഇഷ്ടപ്പെടുന്നില്ല. അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഉള്ളത് ഡോൺലെസ്സിലാണ്, അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ മാത്രം സംസാരിച്ചാൽ മതി എന്നാണ് അവൻ പറയുന്നത്. അവന്റെ ആ സംസാരമൊക്കെ കേൾക്കുമ്പോൾ ഇവന് വലിയ ജാടയാണ് എന്ന കാര്യം ബിയാട്രിസിന് മനസ്സിലായി. ഈ സമയത്താണ് അവരുടെ മെയിൻ ലീഡേഴ്സ് ഒക്കെ ഒരു മീറ്റിങ്ങിന് വിളിക്കുന്നത്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെല്ലാവരും പുതിയതായിട്ട് വന്ന ആൾക്കാരാണ്. നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ ലോകത്തുള്ള ബാക്കിയുള്ള ആൾക്കാരെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഒരു കാരണവശാലും നിങ്ങളുടെ തെറ്റുകൊണ്ട് ഡോൺലെസ്സിന് ഒരു ചീത്തപ്പേരുണ്ടാവരുത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ലീഡേഴ്സ് പറയുന്നത്. അങ്ങനെ അടുത്ത ദിവസമായി അവരുടെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാണ്. ആ ട്രെയിനിങ്ങിനെ കുറിച്ചൊക്കെയാണ് ഇപ്പൊ ഫോർ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്. 2 സെക്ഷനായിട്ടാണ് ട്രെയിനിങ് നടത്തുന്നത്. അതിൽ ആദ്യത്തെ സെക്ഷനിൽ ഫിസിക്കൽ ടെസ്റ്റ് ആണ്. രണ്ടാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ ആണ്. ഭയത്തെയാണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത്. ഒരു കാരണവശാലും ഭയം നമ്മളെ തോൽപ്പിക്കാൻ പാടില്ല. അങ്ങനെ ട്രെയിനിങ് ആരംഭിച്ചു. ആ ട്രെയിനിങ്ങിൽ അവർ ചെയ്യുന്നത് ഓടുക, ചാടുക, ഫൈറ്റ് ചെയ്യുക, പിന്നെ ഷൂട്ടിംഗ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ബിയാട്രിസ് ആണെങ്കിൽ എല്ലാത്തിലും നല്ല വീക്കാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഒന്നിലും അങ്ങോട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ആ ട്രെയിനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം എറിക്ക് വന്നിട്ട് ബിയാട്രിസിന് ഒരു ഫൈറ്റിന് വിളിക്കുന്നത്. ഒരു പെണ്ണുമായിട്ടാണ് അവൾ ഫൈറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ആ ഫൈറ്റ് ആരംഭിച്ചു. പക്ഷെ എന്ത് കാണിച്ചിട്ടും ബിയാട്രിസിന് ആ പെണ്ണിനെ തോൽപ്പിക്കാൻ സാധിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ ആ ലേഡി ബിയാട്രിസിന് ഇടിച്ചു വീഴ്ത്താണ്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഒരു ദിവസം എറിക്ക് അവരെല്ലാവരും വിളിച്ചുകൊണ്ട് പോകുന്നത് ഒരു ബോർഡിന്റെ അടുത്തേക്കാണ്. ട്രെയിനിങ്ങിന്റെ ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും അതിൽ പങ്കെടുക്കുന്ന കാൻഡിഡേറ്റ്സിന്റെ ഒക്കെ റാങ്ക് അതിൽ മാർക്ക് ചെയ്യും. ഈ റാങ്കിനനുസരിച്ചിട്ടാണ് ഇവർ ആ ഫാക്ഷനിൽ നിലനിൽക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ഇപ്പൊ ഈ ബോർഡിൽ ചുവന്ന കളറിൽ കാണിച്ചിരിക്കുന്ന പേരുകളൊക്കെ വീക്കായിട്ടുള്ള ആൾക്കാരാണ്. ഈ ട്രെയിനിങ് കഴിയുന്ന അന്നും അവർ ആ ചുവന്ന കളറിൽ തന്നെ നിലനിൽക്കുകയാണെങ്കിൽ അവർ ഈ ഫാക്ഷനിൽ നിന്ന് ഔട്ടാവും. അതാണ് നിയമം. എറിക്ക് അതൊക്കെ പറയുമ്പോൾ ബിയാട്രിസ് നോക്കുന്നത് അവളുടെ പേര് എവിടെയാണെന്നാണ്. 32ാമത്തെ നമ്പറിലാണ് അവൾ കിടക്കുന്നത്. അത് ഒരുപാട് പുറകിലാണ്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ അടുത്തതായിട്ട് പോകുന്നത് ടാറ്റു അടിക്കാനാണ്. ഇത് ഇവിടുത്തെ ഒരു ചടങ്ങാണ്. പുതിയതായിട്ട് ആര് വന്നാലും അവർ ടാറ്റു അടിക്കണം. ബിയാട്രിസ് അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് അവൾ ആ ടെറിയെ കാണുന്നത്. ഈ ടെറിയാണ് ഇവൾ ആദ്യം ടെസ്റ്റ് ചെയ്തത്. അപ്പൊ ടെറി ഡോൺലെസ്സിലാണ് എന്ന കാര്യം അവൾക്ക് മനസ്സിലായി. ടെറിക്ക് ആദ്യം കാണുമ്പോൾ തന്നെ അവളെ മനസ്സിലായെങ്കിലും അവൾ വലിയ മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ഉടനെ തന്നെ ടെറി അവളെ ടാറ്റു അടിക്കാൻ തുടങ്ങി. ബിയാട്രിസ് ആണെങ്കിൽ അവളുടെ അടുത്ത് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കേൾക്കുമ്പോൾ, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അബ്നിഗേഷനിൽ തന്നെ തുടരാൻ, നീ പിന്നെ എന്തിനാണ് ഈ ഡോൺലെസ്സിലേക്ക് വന്നത്? നിന്റെ അവസ്ഥയെക്കുറിച്ച് നിനക്ക് ശരിക്കറിയാലോ. നീ അബ്നിഗേഷനിൽ തുടർന്നിരുന്നെങ്കിൽ നിനക്ക് ഒരു കുഴപ്പം ഉണ്ടാവത്തില്ലായിരുന്നു. പക്ഷെ ഈ ഡോൺലെസ്സിൽ ട്രെയിനിങ്ങിനെ കുറിച്ച് നിനക്ക് അറിയാഞ്ഞിട്ടാണ്. ആദ്യം ഒന്നും കുഴപ്പമുണ്ടാവത്തില്ല, പക്ഷെ പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ നിന്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലാവും എന്നാണ് അവള് പറയുന്നത്. പക്ഷെ അവൾ ഉദ്ദേശിച്ച കാര്യം പൂർണ്ണമായിട്ടും ബിയാട്രിസിന് മനസ്സിലായിട്ടില്ല. അവൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രെയിനിങ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, ഞാൻ ഡോൺലെസ്സിലുള്ളതാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കൂ എന്നാണ് അവൾ മറുപടി പറയുന്നത്. അങ്ങനെ പിറ്റേ ദിവസം മുതൽ അവൾ ഒറ്റയ്ക്ക് ട്രെയിനിങ് ചെയ്യാൻ തുടങ്ങി. അവളിങ്ങനെ ഒറ്റയ്ക്ക് ട്രെയിൻ ചെയ്യുന്നത് ഫോറും ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ പോകെ പോകെ അവളിങ്ങനെ ചെറുതായിട്ട് ഇമ്പ്രൂവ് ആയിട്ട് വരാൻ തുടങ്ങി. ഒരു ദിവസം അവൾ ഫൈറ്റ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഫോർ അവളുടെ അടുത്തേക്ക് വരുന്നത്. അവനിപ്പം അവൾക്കൊരു ഉപദേശം കൊടുക്കുകയാണ്. നീ വളരെ വീക്കാണ്, അതുകൊണ്ട് തന്നെ ഇങ്ങനെ പോവുകയാണെങ്കിൽ നീ ഉറപ്പായിട്ട് ഔട്ടാവും. പക്ഷെ നിനക്ക് നല്ല സ്പീഡുണ്ട്, അത് വെച്ച് നിനക്ക് ജയിക്കാൻ പറ്റും. അതുകൊണ്ട് അടുത്ത തവണ നീ ഫൈറ്റിങ്ങിന് ചെല്ലുമ്പോൾ ആദ്യം നീ അറ്റാക്ക് ചെയ്യണം. അടിക്കുമ്പോൾ എതിരാളിയുടെ കഴുത്തിന് ആദ്യം ഒരു അടി കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ ആ ഫൈറ്റിൽ നിനക്ക് ജയിക്കാൻ പറ്റും എന്നിങ്ങനെയുള്ള ഒരു ഉപദേശമാണ് അവൻ അവൾക്ക് കൊടുക്കുന്നത്. അത്രയും പറഞ്ഞതിന് ശേഷം അവൻ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അവന്റെ ആ അപ്രോച്ച് അവൾക്ക് ശരിക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അടുത്ത ദിവസം ഫോർ അവന്റെ ടീമിനെയും കൊണ്ട് നേരെ പോകുന്നത് അവിടെയുള്ള വലിയ മതിലിന്റെ അടുത്തേക്കാണ്. അതിനുശേഷം എല്ലാവരും ആ മതിലിന്റെ മുകളിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ആ അമിറ്റിയുടെ ഫാം കാണാൻ സാധിക്കും. ഈ സമയം ഫോർ അവരുടെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. എന്നാൽ ആ ഫാമിന്റെ അപ്പുറത്തായിട്ട് ഇപ്പോഴും യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ ഇങ്ങോട്ടാരും വരാറില്ല. പക്ഷെ നമ്മുടെ പൂർവികര് ഈ മതിൽ ഇവിടെ പണിത് വെച്ചതിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും എന്നാണ് ഫോർ പറയുന്നത്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം തിരിച്ചവരവരുടെ ട്രെയിനിങ് സ്ഥലത്തെത്തി. ഇപ്പൊ അവിടെ നടക്കുന്നത് കത്തിയാറാണ്. അവിടെ കുറെ പോയിന്റുകളുണ്ട്. അവിടേക്കൊക്കെ കറക്റ്റ് ആയിട്ട് കത്തി എറിഞ്ഞു കൊള്ളിക്കുക. അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമയം അല്ലെറിയുന്ന കത്തിയൊന്നും കറക്റ്റ് ആയിട്ട് അവിടെ തറയ്ക്കുന്നില്ല. ആ എറിക്ക് ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു കത്തി പോലും അവൻ അവിടെ കൊള്ളിക്കാത്തതുകൊണ്ട് തന്നെ എറിക്കിപ്പം അവനൊരു ശിക്ഷ കൊടുക്കാണ്. ആ കത്തി എറിഞ്ഞ് കൊള്ളിക്കുന്ന പോയിന്റിൽ നീ പോയി നിൽക്ക്.
4 ഇപ്പോൾ ഇവിടെ നിന്ന് കത്തിയെറിയും. ഒരു കാരണവശാലും നീ അവിടെ നിന്ന് മാറാൻ പാടില്ല. ആജ്ഞകൾ അനുസരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് തരുന്നൊരു ട്രെയിനിങ് ആണിത് എന്നാണ് എറിക് പറയുന്നത്. അങ്ങനെ അവൻ പറഞ്ഞ പോലെ തന്നെ അല്ല അവിടെ പോയി നിൽക്കുകയും ചെയ്തു. എന്നാൽ അവന് നല്ല പേടിയുണ്ട്. അത് കാണുമ്പോൾ അവൻ നിൽക്കണ്ട, അവന് പകരം ഞാൻ നിന്നോളാം എന്നാണ് ബിയാട്രിസ് പറയുന്നത്. എറിക് ആണെങ്കിൽ അത് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അല്ലിനെ മാറ്റിയിട്ട് ബിയാട്രിസ് അങ്ങോട്ട് പോയി. 4 ആണെങ്കിൽ ഉടനെ തന്നെ കത്തിയെറിയാൻ തുടങ്ങി. എന്നാൽ അവൻ ഓരോ തവണ കത്തിയെറിയുമ്പോഴും എറിക് അവന്റെ അടുത്ത് പറയുന്നത് അവളുടെ ദേഹത്തു നിന്ന് ചോര വരണമെന്നാണ്. അങ്ങനെ 4 ലാസ്റ്റ് എറിഞ്ഞ കത്തി അവളുടെ ചെവിയുടെ തൊട്ടടുത്താണ് കൊള്ളുന്നത്. ചെറുതായിട്ട് അവളുടെ ചെവി മുറിയുകയും ചെയ്തു. ഇതെല്ലാം കാണുമ്പോൾ മതി, നീ ആവശ്യമില്ലാതെ സംസാരിച്ചുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ശിക്ഷ നിനക്ക് തന്നത്. പക്ഷെ നിനക്ക് നല്ല ധൈര്യമുണ്ട് എന്ന കാര്യം എനിക്ക് മനസ്സിലായി. അതിന് നിനക്ക് പോയിന്റും ഉണ്ട്. അതുകൊണ്ട് ഈ ഗെയിം ഇവിടെ വെച്ച് നിർത്താം എന്നാണ് എറിക് പറയുന്നത്. അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞതിന് ശേഷം 4 ഇപ്പൊ ബിയാട്രിസിന്റെ അടുത്തൊരു കാര്യം പറയാണ്. ഞാൻ മനഃപൂർവ്വം നിന്റെ ചെവി മുറിച്ചതാണ്. ഞാൻ നിന്റെ ചെവി മുറിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നീ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കേണ്ടി വന്നേനെ. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്നാണ് 4 പറയുന്നത്. അങ്ങനെ അവനുമായിട്ടുള്ള സംസാരത്തിന് ശേഷം അവൾ തിരിച്ച് അവളുടെ ഫ്രണ്ട്സിന്റെ അടുത്തെത്തി. അല്ലിനെ രക്ഷിച്ചുകൊണ്ട് തന്നെ നല്ലൊരു സ്വീകരണമാണ് അവൾക്ക് കിട്ടിയത്. അങ്ങനെ അവളും അവളുടെ ഫ്രണ്ട്സും കൂടെ വേറൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് അവർ ആ ജിനിനെ കാണുന്നത്. ഈ ജിനിൻ എന്ന് പറയുന്നത് എറിയോഡൈറ്റിലുള്ളതാണ്. അവൾ ഇങ്ങോട്ട് വരാൻ പാടില്ല. എന്നിട്ട് എന്തുകൊണ്ടായിരിക്കും അവൾ ഇങ്ങോട്ട് വന്നത് എന്നാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് ജിനിൻ ബിയാട്രിസിന്റെ അടുത്തേക്ക് വരുന്നത്. ഓ ബിയാട്രിസോ, നീ ഡൗൺലെസ് സെലക്ട് ചെയ്തല്ലേ, നന്നായി, നീ നിന്റെ മനസ്സ് പറഞ്ഞ് കേട്ടല്ലോ എന്നാണ് അവൾ പറയുന്നത്. അത്രയും പറഞ്ഞതിന് ശേഷം അവൾ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അങ്ങനെ ജിനിനും ടീമും അവിടെയുള്ള റൂമിന്റെ അകത്തേക്കാണ് കയറി പോകുന്നത്. അവർ പോയ ഉടനെ തന്നെ അവിടുത്തെ 2 സെക്യൂരിറ്റീസ് വാതിലടക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ആ സെക്യൂരിറ്റീസ് പരസ്പരം ഡിസ്കസ് ചെയ്യാണ്. ഒരു സെക്യൂരിറ്റി ചോദിക്കുന്നത് എന്തിനാണ് ഇവർ ഇങ്ങോട്ട് വന്നതെന്നാണ്. അത് കേൾക്കുമ്പോൾ അത് മറ്റൊന്നും കൊണ്ടല്ല, അവർ ആ ഡൈവേർജൻസിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. എറിയോഡൈറ്റിൽ ഇപ്പൊ ഇതിനെക്കുറിച്ച് മാത്രമാണ് സംസാര വിഷയം എന്നൊക്കെയാണ് ആ സെക്യൂരിറ്റീസ് പറയുന്നത്. ഇതെല്ലാം ബിയാട്രിസും കേൾക്കുന്നുണ്ട്. അവർക്ക് ശരിക്കും ടെൻഷൻ ആവാൻ തുടങ്ങി. അങ്ങനെ അടുത്ത ദിവസം എറിക് വീണ്ടും ബിയാട്രിസിന് ഒരു ഫൈറ്റിന് ഇൻവൈറ്റ് ചെയ്യാണ്. പക്ഷെ ഇത്തവണ ആ ലേഡിയുമായിട്ടല്ല ഫൈറ്റ് ചെയ്യേണ്ടത്. ഇത്തവണ അവളുടെ എതിരാളി ആ പീറ്ററാണ്. അങ്ങനെ എറിക് വിളിച്ചതിനെ തുടർന്ന് ബിയാട്രിസ് പീറ്ററിന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. ഈ സമയത്താണ് 4 അവളുടെ അടുത്തേക്ക് വരുന്നത്. വന്ന ഉടനെ തന്നെ അവൻ നേരത്തെ കൊടുത്ത ആ ഉപദേശം അവൾക്ക് വീണ്ടും കൊടുക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ, ആദ്യം നീ ആയിരിക്കണം അടി കൊടുക്കേണ്ടത്. അടിക്കുമ്പോൾ അവന്റെ കഴുത്തിനെ നോക്കി തന്നെ അടിച്ചോ എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ അവർ തമ്മിലുള്ള ഫൈറ്റ് ആരംഭിച്ചു. പക്ഷെ അവൾ വിചാരിക്കുന്ന പോലെ അത് അത്ര എളുപ്പമായിരുന്നില്ല. ഈ ഫൈറ്റിൽ അവൾ തോറ്റു. അവൾ ഇടിച്ചിട്ടതിന് ശേഷം പീറ്റർ അവളെ ചവിട്ടി ബോധം കെടുത്തതാണ്. ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് അവൾക്ക് ബോധം വരുന്നത്. ഈ സമയം ആ വില്ലും ക്രിസ്റ്റീനും അവളുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അവരവളുടെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്നെ ഇവിടെ നിന്ന് പുറത്താക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു സംസാരം അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നീ ഒന്ന് കരുതിയിരുന്നോ. പിന്നെ ഇന്നാണ് വാർ ഗെയിംസ്, ഞങ്ങൾ അതിന് പോവാണ്, നമുക്ക് തിരിച്ചു വന്നതിന് ശേഷം കാണാമെന്ന് പറഞ്ഞിട്ട് അവർ ആ വാർ ഗെയിംസിൽ പങ്കെടുക്കാൻ പോവാണ്. എന്നാൽ ഇതുകൊണ്ടൊന്നും അവൾ തളർന്നിട്ടില്ല. അവർ പോയ ഉടനെ തന്നെ അവളും അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. ഈ സമയമാകുമ്പോഴേക്കും ആ ട്രെയിൻ കുറെ മുന്നിലെത്തിയിട്ടുണ്ട്. പക്ഷെ എങ്കിലും അവൾ വിടുന്നില്ല. അവൾ ആ ട്രെയിനെ ചേസ് ചെയ്യാണ്. ഇതെല്ലാം ആ ട്രെയിനകത്ത് നിന്നിട്ട് 4 കാണുന്നുണ്ട്. അവൾ അങ്ങോട്ട് ഓടി വരുന്ന കാണുമ്പോൾ അവൻ ഉടനെ തന്നെ അവളെ വിളിച്ച് അകത്തേക്ക് കയറ്റാണ്. അങ്ങനെ എല്ലാവരും ട്രെയിനിൽ എത്തിക്കഴിയുമ്പോൾ എറിക് ആ വാർ ഗെയിംസിന്റെ നിയമങ്ങൾ പറയാൻ തുടങ്ങി. എല്ലാവർക്കും അവരൊരു തോക്ക് കൊടുക്കും. അത് വെച്ചിട്ട് വെടിവെച്ച് ആരും മരിക്കത്തില്ല, പക്ഷെ നല്ല വേദനയായിരിക്കും. പിന്നെ 2 ടീമായിട്ടാണ് ഈ മത്സരം. ഒരു ടീമിന്റെ ക്യാപ്റ്റൻ എറിക്കും ഒരു ടീമിന്റെ ക്യാപ്റ്റൻ 4ഉം ആണ്. അങ്ങനെ അവർ ടീമിനെ സെലക്ട് ചെയ്തതിനു ശേഷം ഒരു സ്ഥലത്തേക്ക് എത്തി. ഇപ്പോൾ ഒരു ടീം ഈ സ്ഥലത്തും മറ്റേ ടീം വേറൊരു ഭാഗത്തുമാണ്. ഇനി മത്സരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടീമിന്റെ കയ്യിൽ ഒരു മഞ്ഞ തൂവാലയുണ്ട്. അത് അവർക്ക് ഒളിപ്പിക്കാം. ഏത് ടീമാണോ ആദ്യം ആ തൂവാല കണ്ടെത്തുന്നത് അവർ ജയിക്കും. അതാണ് മത്സരം. ഈ സമയം 4 ആണെങ്കിൽ ബാക്കിയുള്ളവരുടെ അടുത്ത് അവന്റെ പ്ലാനൊക്കെ അങ്ങനെ പറയാൻ തുടങ്ങി. എന്നാൽ ബിയാട്രിസ് ആണെങ്കിൽ അതെല്ലാം ശ്രദ്ധിക്കുന്നത്. അവൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വലിയൊരു ഫ്ലൈയിങ് വീൽ ഉണ്ട്. അവൾ ഉടനെ തന്നെ അതിന്റെ മുകളിലേക്ക് കയറാൻ തുടങ്ങി. അവൾ അതിന്റെ മുകളിലേക്ക് കയറുന്ന കാണുമ്പോൾ 4ന് ഡൗട്ടായി. നീ എങ്ങോട്ടാണ് ഈ പോകുന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ, നമുക്ക് ഈ വീലിന്റെ മുകളിൽ എത്തുകയാണെങ്കിൽ ആ എറിക്കിന്റെ ടീമിനെ കാണാൻ സാധിക്കും. മാത്രമല്ല ഒരുപക്ഷെ ആ തൂവാല അവരെവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത് എന്നും നമുക്ക് കാണാൻ പറ്റും. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈസി ആയിട്ട് നമുക്ക് ജയിക്കാമല്ലോ എന്നാണ് അവൾ പറയുന്നത്. അത് നല്ലൊരു പ്ലാനാണ് എന്ന കാര്യം 4നും മനസ്സിലായി. അങ്ങനെ അവനും അവളുടെ പുറകെ കയറാണ്. എന്നാൽ കുറെ കയറി മുകളിലെത്തുമ്പോൾ ബിയാട്രിസിന് അങ്ങനെ പേടിയൊന്നും തോന്നുന്നില്ല. എന്നാൽ 4ന് പേടിയാവാൻ തുടങ്ങി. അത് കാണുമ്പോൾ, ഓ നിനക്ക് ഉയരം പേടിയാണല്ലേ എന്നാണ് അവൾ ചോദിക്കുന്നത്. എന്തിനോടെങ്കിലും പേടിയില്ലാതെ ആരും ഉണ്ടാവത്തില്ല എന്നാണ് അവനെതിന് മറുപടി പറയുന്നത്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് അവർ 2 പേരും ആ വീലിന്റെ മുകളിലെത്തി. ഈ സമയം അവർ നോക്കുമ്പോൾ അവർക്കൊരു ബിൽഡിംഗ് കാണാൻ പറ്റുന്നുണ്ട്. അതിനകത്താണ് അവർ ആ തൂവാല ഒളിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ താഴേക്ക് ഇറങ്ങിയ ഉടനെ തന്നെ എല്ലാവരും എറിക്കിന്റെ ടീമിന്റെ അടുത്തേക്ക് പോവാണ്. അതിനുശേഷം അവരുടെ കയ്യിൽ കിട്ടിയ തോക്ക് വെച്ചിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ആ ഫൈറ്റിനിടയിലാണ് ആ പീറ്റർ ക്രിസ്റ്റീനയുടെ മുന്നിലേക്ക് വരുന്നത്. എന്നാൽ അവൻ അവളെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ബിയാട്രിസ് അവന്റെ പുറകിലേക്ക് വരാണ്. അതിനുശേഷം പെട്ടെന്ന് തന്നെ അവനെ ഷൂട്ട് ചെയ്ത് വീഴ്ത്തുന്നു. ഈ സമയം 4 എറിക്കും തമ്മിലുള്ള ഷൂട്ടൗട്ട് നടക്കുകയാണ്. അതിനിടയിൽ ബിയാട്രിസ് നേരെ പോകുന്നത് ആ ബിൽഡിങ്ങിന്റെ മുകളിലേക്കാണ്. ഈ സമയം ആ തൂവാലയ്ക്ക് ഒരു ലേഡി അവിടെ കാവൽ നിർത്തിയിട്ടുണ്ട്. ബിയാട്രിസ് പെട്ടെന്ന് തന്നെ എന്നിട്ട് അവളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവളെ ഇടിച്ചിട്ടിട്ട് ബിയാട്രിസ് ആ തൂവാല ചെന്ന് എടുക്കുകയാണ്. അങ്ങനെ ആ മത്സരത്തിൽ 4ന്റെ ടീമാണ് ജയിക്കുന്നത്. അടുത്തതായിട്ട് അവരെല്ലാവരും പോകുന്നത് ഒരു വലിയ ബിൽഡിങ്ങിന്റെ മുകളിലേക്കാണ്. ആ ബിൽഡിങ്ങിൽ നിന്നും അവരുടെ കോട്ടയിലേക്ക് ഒരു റോപ്പ് കെട്ടിയിട്ടുണ്ട്. അവർ വേഗം തന്നെ ബിയാട്രിസിനെ പൊക്കിയെടുത്തിട്ട് ആ റോപ്പിൽ ലോക്ക് ചെയ്യാണ്. അതിനുശേഷം അവളെ തള്ളിവിടുകയും ചെയ്യുന്നു.
വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നത്. ആ സിറ്റിയുടെ മുഴുവൻ ഭാഗങ്ങളും ആ റോപ്പിലിരുന്ന് കാണാൻ സാധിക്കും. അവൾ ശരിക്കും അതൊക്കെ ആസ്വദിക്കാൻ തുടങ്ങി. ഈ സമയം ആ റോപ്പിന്റെ ഏറ്റവും തറ്റത്തായിട്ട് അവളുടെ ഫ്രണ്ട്സ് നിൽക്കുന്നുണ്ട്. അവരവിടെ നിന്നിട്ട് അവളുടെ അടുത്ത് ബ്രേക്ക് പിടിക്കാൻ വിളിച്ചു പറയാണ്. എന്നാൽ ആ കാഴ്ച ആസ്വദിച്ചുകൊണ്ട് അവൾ ആ കാര്യം ശരിക്കും മറന്നുപോയിരുന്നു. ഇപ്പൊ അവളുടെ ഫ്രണ്ട്സ് പറയുമ്പോഴാണ് അവളത് ഓർക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൾ ബ്രേക്ക് ചെയ്യാണ്. അങ്ങനെ അവർ തിരിച്ചവരുടെ വീട്ടിലെത്തി. ഈ സമയം ആ ലീഡേഴ്സ് ഒക്കെ അവിടെ കൂടിയിട്ടുണ്ട്. അവരിപ്പം ആ റാങ്ക് എഴുതി വെച്ച ബോർഡ് കാണിക്കുകയാണ്. ഇത്തവണ ബിയാട്രിസ് നോക്കുമ്പോൾ അവൾ ആ റെഡിൽ നിന്ന് മാറി വൈറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൾക്ക് ശരിക്കും സന്തോഷമായി. അങ്ങനെ പിറ്റേ ദിവസമായി ഡോൺലെസ്സിലെ പിള്ളേരെല്ലാം അവിടെ എന്തൊക്കെയോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ചാക്കൊക്കെ എടുത്തിട്ട് അവർ വേറെ സ്ഥലത്തേക്ക് ഇങ്ങനെ മാറ്റുകയാണ്. ഈ സമയത്താണ് കുറച്ച് അപ്പുറത്ത് നിന്ന് ആരോ ലൈറ്റ് അടിക്കുന്ന അവൾ ശ്രദ്ധിക്കുന്നത്. ബിയാട്രിസ് ഉടനെ തന്നെ ആ ലൈറ്റ് അടിക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. അത് അവളുടെ അമ്മയായിരുന്നു. അമ്മ വളരെ അർജന്റായിട്ട് അവളെ കാണാൻ വന്നാണ്. അമ്മ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനെ കുറിച്ചൊക്കെ ഞാൻ അറിഞ്ഞു. നീ ഡൈവർജന്റ് ആണല്ലേ, സാരമില്ല. പക്ഷെ ഒരു കാരണവശാലും ഈ കാര്യം നിന്റെ കൂട്ടത്തിലുള്ള ആരും അറിയാൻ പാടില്ല. ആരെയും നീ വിശ്വസിക്കുകയും ചെയ്യരുത്. ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത് നിന്റെ ട്രെയിനിങ്ങിന്റെ രണ്ടാമത്തെ ഭാഗമാണ്. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. മനസ്സ് വെച്ചിട്ടാണ് അവരിനി കളിക്കാൻ പോകുന്നത്. പക്ഷെ നീ ഒരു ഡോൺലെസ് ആയതുകൊണ്ട് നിനക്കതിൽ ജയിക്കാൻ പറ്റും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം എന്നൊക്കെയാണ് അവളുടെ അമ്മ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അതിന് ഡൗൺലെസ്സിനെ കുറിച്ച് അറിയുന്നത് എന്നാണ് അവൾ തിരിച്ചു ചോദിക്കുന്നത്. എന്നാൽ ഈ സമയത്താണ് ഡൗൺലെസ്സിൽ ഒരുത്തം വന്നിട്ട് അവളെ വിളിക്കുന്നത്. നീ എന്താ ഇവിടെ നിൽക്കുന്നത്? എല്ലാവരും പോയല്ലോ, നീ വേഗം അങ്ങോട്ട് വന്നേ എന്നാണ് അയാൾ പറയുന്നത്. ഈ സമയം ബിയാട്രിസ് നോക്കുമ്പോൾ അവളുടെ അമ്മയോടെ കാണുന്നില്ല. അവരവിടെ നിന്ന് എസ്കേപ്പായി. അങ്ങനെ അവളുടെ ട്രെയിനിങ്ങിന്റെ രണ്ടാമത്തെ സെക്ഷനായി. പഴയതുപോലെ തന്നെ അവൾ റൂമിലേക്ക് പോയിരിക്കുകയാണ്. ഇത്തവണ അവളെ മോണിറ്റർ ചെയ്യാൻ നിൽക്കുന്നത് 4 ആണ്. അവൻ ഉടനെ തന്നെ ഒരു മരുന്നെടുത്തിട്ട് അവൾക്ക് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ അവൾക്ക് മറ്റൊരു ഹാലുസിനേഷനാണ് വരുന്നത്. ഇത്തവണ അവൾ നിൽക്കുന്നത് ആ വലിയ മതിലിന്റെ അടുത്താണ്. ഈ സമയത്താണ് അവിടുത്തെ പുല്ലുകളിൽ മൊത്തം തീ പിടിക്കുന്നത്. അങ്ങനെ അതൊക്കെ അവിടെ കത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കുറെ കാക്കകൾ അങ്ങോട്ട് വരുന്നത്. അത് കണ്ട ഉടനെ തന്നെ അവൾ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. അങ്ങനെ കുറെ ഓടി അവൾ എത്തിച്ചേരുന്നത് ഒരു കുളത്തിന്റെ അടുത്താണ്. പെട്ടെന്നാണ് ആ കാക്കകൾ വന്നിട്ട് അവളെ അറ്റാക്ക് ചെയ്യുന്നത്. ഈ സമയം അവൾ സ്വയം കാമാവാൻ തുടങ്ങി. അതിനുശേഷം അവൾ പെട്ടെന്ന് ആ കുളത്തിലേക്ക് ചാടുകയാണ്. എന്നിട്ട് അവൾ അവിടെ നിന്ന് നീന്താൻ തുടങ്ങി. അങ്ങനെ അവൾ ആ കുളത്തിൽ നിന്ന് പുറത്തു വരുന്നതോടുകൂടെ അവളുടെ ഹാലൂസിനേഷൻ പോയി. അങ്ങനെ അവളുടെ ഫസ്റ്റ് ടെസ്റ്റ് കഴിഞ്ഞു. അവൾക്കുണ്ടായ ആ ഹാലൂസിനേഷനൊക്കെ അവനും കണ്ടിട്ടുണ്ട്. നീ എങ്ങനെയാണ് ആ കാക്കകളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നാണ് അവൻ ചോദിക്കുന്നത്. ഞാൻ ജസ്റ്റ് ആ കുളത്തിലേക്ക് ചാടി എന്നാണ് അവൾ അതിന് മറുപടി പറയുന്നത്. അങ്ങനെ പിറ്റേ ദിവസം വീണ്ടും അവളുടെ ടെസ്റ്റ് ആരംഭിച്ചു. ഇത്തവണ അവൾ ഒരു ഗ്ലാസ് ബോക്സിന്റെ അകത്താണ്. അതിലിങ്ങനെ വെള്ളം നിറയാൻ തുടങ്ങി. അങ്ങനെ വെള്ളം മൊത്തം ആ ബോക്സിൽ ഫില്ലായി അവളിപ്പോൾ അതിനകത്ത് മുങ്ങിയിരിക്കുകയാണ്. ഈ സമയം പഴയതുപോലെ തന്നെ അവൾ സ്വയം കാമാവാൻ തുടങ്ങി. അതിനുശേഷം അവൾ ആ ഗ്ലാസ്സിൽ ഒന്ന് ടച്ച് ചെയ്യാണ്. അതോടൊപ്പം തന്നെ ഗ്ലാസ് പൊട്ടിപ്പോവുകയും ചെയ്യുന്നു. അങ്ങനെയാണ് അവൾ അതിൽ നിന്ന് പുറത്ത് കിടക്കുന്നത്. ഇപ്പൊ ഈ 2 ടെസ്റ്റും കൂടെ ആയപ്പോൾ 4 എന്തൊക്കെയോ സംശയം വരാൻ തുടങ്ങി. നീ എങ്ങനെയാണ് ആ ഗ്ലാസ് പൊട്ടിച്ചത് എന്നാണ് അവൻ ചോദിക്കുന്നത്. അതെനിക്കറിയത്തില്ല, ഞാനങ്ങ് ചുമ്മാ പൊട്ടിച്ചു എന്നാണ് അവൾ അതിന് മറുപടി പറയുന്നത്. സത്യം പറഞ്ഞോ, എന്തായിരുന്നു നിന്റെ ആദ്യത്തെ ടെസ്റ്റ് റിസൾട്ട്? അവൻ വീണ്ടും ചോദിക്കുന്നു. അബ്നിഗേഷൻ ആയിരുന്നു എന്നാണ് അവൾ അതിന് മറുപടി പറയുന്നത്. പക്ഷെ അവനത് വിശ്വാസമാവുന്നില്ല. അവളുടെ ഈ 2 ടെസ്റ്റിൽ നിന്നും അവൾ ഡൈവർജന്റ് ആണോ എന്നൊരു സംശയം അവന് തോന്നുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം അവൾ നേരെ പോകുന്നത് ആ ടെറിയെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇത്തവണ അവൾ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ടെറി ഒരു കഥ അവളുടെ അടുത്ത് പറയാൻ തുടങ്ങി. എനിക്കൊരു ബ്രദർ ഉണ്ടായിരുന്നു, അവനും നിന്നെ പോലെ ഡൈവർജന്റ് ആയിരുന്നു. ആദ്യത്തെ ടെസ്റ്റിലൊക്കെ അവൻ ഈസി ആയിട്ട് പാസ്സായതാണ്. അങ്ങനെ രണ്ടാമത്തെ ടെസ്റ്റ് കഴിഞ്ഞപ്പോഴാണ് ഡോൺലെസ്സിന്റെ ഒരു ലീഡർ അവനെ കാണാൻ വന്നത്. പിന്നീട് ഞങ്ങൾ കണ്ടത് അവന്റെ ഡെഡ് ബോഡി ആയിരുന്നു എന്നാണ് ടെറി പറയുന്നത്. ഇതെല്ലാം കൂടെ കേൾക്കുമ്പോൾ അവൾക്ക് ശരിക്കും ടെൻഷനായി. അവൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ആ എറിയോഡൈറ്റിലേക്കാണ് പോകുന്നത്. അവിടെയാണല്ലോ അവളുടെ ബ്രദർ. അവനെ കാണാനാണ് അങ്ങോട്ട് ചെന്നിരിക്കുന്നത്. അങ്ങനെ അവനെ കണ്ട ഉടനെ തന്നെ അവൾ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. എനിക്കിനി ഡോൺലെസ്സിൽ നിൽക്കാൻ സാധിക്കത്തില്ല, ഞാൻ അവിടെ ഫിറ്റ് അല്ല, എനിക്ക് എങ്ങനെയെങ്കിലും അബ്നിഗേഷനിലേക്ക് മാറണം എന്നാണ് അവൾ പറയുന്നത്. അത് നടക്കത്തില്ല. സാധാരണ അബ്നിഗേഷൻകാർ അതിന് സഹായിക്കുന്നതാണ്. പക്ഷെ ഇപ്പൊ എറിയോഡൈറ്റ് ഉള്ളതുകൊണ്ട് ഒരിക്കലും നിന്നെ അതിന് സമ്മതിക്കത്തില്ല. മാത്രമല്ല എറിയോഡൈറ്റിന് ഭരണം കിട്ടാൻ പോവാണ്. അങ്ങനെ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ അവർ അബ്നിഗേഷനിലുള്ള എല്ലാവരെയും ഒഴിവാക്കും. അതുകൊണ്ട് നീ ഡോൺലെസ്സിൽ തന്നെ നിന്നാ മതി എന്നാണ് അവൻ പറയുന്നത്. അവന്റെ ആ സംസാരമൊക്കെ കേൾക്കുമ്പോൾ അവനും ഇപ്പൊ ആ എറിയോഡൈറ്റിന്റെ ആളാണ് എന്ന കാര്യമൊക്കെ മനസ്സിലായി. അങ്ങനെ അവനെ കണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് 2 ആൾക്കാർ വന്നിട്ട് അവളെ അറ്റാക്ക് ചെയ്യുന്നത്. അവളാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവന്മാർ ഇടിച്ചിടുകയും ചെയ്യുന്നു. ഈ സമയത്താണ് ആ ജിന്നിനെ അവളെ വിളിക്കുന്നത്. അവൾ ബിയാട്രിസിനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയിട്ട് ചില കാര്യങ്ങളൊക്കെ അവളുടെ അടുത്ത് പറയാൻ തുടങ്ങി. നീ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, ഞങ്ങളാണ് ഇനി ഭരണത്തിൽ വരാൻ പോകുന്നത്. നിനക്കറിയാലോ, ഈ ഡോൺലെസ് ആണ് ഞങ്ങളുടെ പോലീസ്. അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ നിയമം തെറ്റിക്കുന്ന ആപ്ലിക്കേഷൻ ആൾക്കാരെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അവർ ഒരുപാട് ഡൈവർജൻസിനെ ഒളിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. മാത്രമല്ല നിയമപരമല്ലാത്ത പല കാര്യങ്ങളും അവർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ പണിയൊന്നും ഇനി ഞങ്ങൾ സമ്മതിച്ചു കൊടുക്കത്തില്ല. ആ കാര്യത്തിന് നീ ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്നൊക്കെയാണ് ജിനിൻ പറയുന്നത്. ഈ ഒരു അവസരത്തിൽ മറ്റൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് പിന്നെന്താ, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും എന്നാണ് അവൾ അതിന് മറുപടി പറയുന്നത്. അങ്ങനെ ജിനിനെ കണ്ടതിന് ശേഷം അവൾ തിരിച്ച് അവളുടെ വീട്ടിലേക്ക് എത്തി. അവൾ റൂമിലേക്ക് പോകുമ്പോഴാണ് പെട്ടെന്ന് കുറച്ച് ആൾക്കാർ വന്നിട്ട് അവളെ അറ്റാക്ക് ചെയ്യുന്നത്. എല്ലാവന്മാരും മുഖംമൂടി ഇട്ടിട്ടുണ്ട്. അവളെ ആ ബിൽഡിങ്ങിൽ നിന്ന് താഴേക്കിട്ട് കൊന്നു കളയാനാണ് അവർ ശ്രമിക്കുന്നത്. എന്നാൽ ഈ സമയത്താണ് അവൾ അതിലൊരുത്തന്നെ മുഖംമൂടി വരുന്നത്. ആ കാഴ്ച അവളെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. അവളിപ്പോ കൊല്ലാൻ ശ്രമിക്കുന്നത് അവളുടെ ഫ്രണ്ടായിട്ടുള്ള അല്ലാണ്. ഈ സമയത്താണ് ആ 4 അങ്ങോട്ട് വരുന്നത്. അവൻ ആ പയ്യന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ എല്ലാത്തിനും ഇടിച്ചിടുകയാണ്.
അതിനുശേഷം ഫോർ ബിയാട്രിസിനെയും കൊണ്ടുപോകുന്ന അവന്റെ റൂമിലേക്കാണ്. അങ്ങനെ അവളെ അവന്റെ റൂമിലിരുത്തി അവൻ അവളുടെ മുറിവൊക്കെ ഇപ്പൊ റെഡിയാക്കി കൊടുക്കുകയാണ്. ഈ സമയം അവളാണെങ്കിൽ വല്ലാത്ത വിഷമത്തിലാണ് ഇരിക്കുന്നത്. എന്നാലും അല്ല എന്നോട് അങ്ങനെ ചെയ്യും എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്നാണ് അവൾ പറയുന്നത്. അത് കേൾക്കുമ്പോൾ, നോക്കൂ ബിയാട്രിസ്, നിനക്ക് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ അറിയാലോ. നിന്റെ റാങ്ക് ഇപ്പം മുകളിലോട്ട് കയറിയതുകൊണ്ടാണ് അവൻ താഴേക്ക് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ നിന്നെ കൊന്നു കഴിഞ്ഞാൽ അവന് മുകളിലേക്ക് വരാൻ പറ്റും. അതുകൊണ്ടാണ് അവൻ ട്രൈ ചെയ്തത്. വേറെയും പല ആൾക്കാരും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത് ഓർത്തൊന്നും നീ വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഫോർ അവളെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം അവരിപ്പം ഭക്ഷണം കഴിക്കാൻ നിൽക്കുകയാണ്. ഈ സമയത്താണ് അല്ല അവളുടെ അടുത്തേക്ക് വരുന്നത്. അവനിപ്പോ ഒരു സോറി പറയാനാണ് വന്നിരിക്കുന്നത്. എന്നാൽ വളരെ ദേഷ്യത്തിലാണ് ബിയാട്രിസ് അവന്റെ അടുത്ത് റിയാക്ട് ചെയ്യുന്നത്. ഇനി നീ എന്റെ മുന്നിൽ വന്നാൽ നിന്നെ ഞാൻ കൊന്നുകളയും എന്നൊക്കെയാണ് അവൾ അവന്റെ അടുത്ത് പറയുന്നത്. അതെല്ലാം കേട്ട് വളരെ വിഷമത്തോടെയാണ് അല്ല അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് അവരെല്ലാവരും അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുറച്ച് അപ്പുറത്തുനിന്ന് ഒരു സൗണ്ട് കേൾക്കുന്നത്. അവരങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ കുറച്ച് ആളുകൾ ചേർന്നിട്ട് ഒരുത്തനെ മുകളിലേക്ക് വലിച്ചു കയറ്റാണ്. അതല്ലായിരുന്നു. ആ വിഷമം കാരണം അവൻ സൂയിസൈഡ് ചെയ്തു. അവന്റെ ആ മരണം കണ്ട് ബിയാട്രിസ് ആണെങ്കിൽ ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസമായി ബിയാട്രിസ് ഡൈവർജന്റ് ആണ് എന്ന കാര്യം ഫോറിന് കൺഫേം ആയി. എങ്കിലും അവനിപ്പോ അവളെ സഹായിക്കാനാണ് നിൽക്കുന്നത്. ഇനിയിപ്പോ അവൾക്ക് ഒരു ടെസ്റ്റും കൂടെ ബാക്കിയുണ്ട്. അത് കുറച്ച് റിസ്ക് ആണ്. അതൊന്ന് അവളെ പ്രാക്ടീസ് ചെയ്തെടുക്കണം. അതിനുള്ള ശ്രമങ്ങളാണ് അവൻ നടത്തുന്നത്. പക്ഷെ ഇത്തവണ അവളെ ഒറ്റയ്ക്ക് അവൻ വിടുന്നില്ല. പകരം അവന്റെ ചിന്തകളിലേക്കാണ് അവൻ അവളെ കൊണ്ടുപോകുന്നത്. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് അവൻ ആ ടെസ്റ്റിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നത് എന്ന് അവക്കും കാണാൻ പറ്റും. അങ്ങനെ അവർ രണ്ടുപേരും ഒരു മരുന്ന് കുത്തിവെക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരേ ഹാലൂസിനേഷൻ തന്നെയാണ് അവർക്ക് വരുന്നത്. ഇപ്പൊ അവർ രണ്ടുപേരും നിൽക്കുന്നത് നല്ല ഹൈറ്റ് ഉള്ള ഒരു പാലത്തിന്റെ മുകളിലാണ്. ഫോറിന് ഹൈറ്റ് പേടിയാണല്ലോ, അതുകൊണ്ടാണ് അവരിപ്പോ ആ മുകളിൽ വന്നിരിക്കുന്നത്. എന്നാൽ അവക്ക് വലിയ പേടിയൊന്നും തോന്നുന്നില്ല. അവള് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊന്നും റിയൽ അല്ല, നമുക്ക് ഇവിടെ നിന്ന് താഴേക്ക് ചാടിയാൽ മതി എന്നാണ്. എന്നാൽ അത് കേൾക്കുമ്പോൾ, ഇല്ല ബിയാട്രിസ്, ഡൈവർജൻസ് മാത്രമേ അങ്ങനെ ചിന്തിക്കത്തുള്ളൂ. ഡൗൺലെസ് ഒരിക്കലും അങ്ങനെ ചിന്തിക്കത്തില്ല. അവരെങ്ങനെയെങ്കിലും അടുത്ത ബിൽഡിങ്ങിൽ എത്താനാണ് ശ്രമിക്കുക. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ നീ ചെയ്യണം, എങ്കിലേ നിനക്ക് ടെസ്റ്റ് പാസ്സാവാൻ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അവൻ ആ പാലത്തിലൂടെ അപ്പുറത്തെ ബിൽഡിങ്ങിലേക്ക് നടക്കാൻ തുടങ്ങി. അവളും അവനെ ഫോളോ ചെയ്യാണ്. അങ്ങനെ അവരുടെ ആ സ്റ്റേജ് കഴിഞ്ഞു. അടുത്ത സ്റ്റേജിൽ അവർ ഇടുങ്ങിയ ഒരു റൂമിനകത്താണ്. ഫോറിന്റെ രണ്ടാമത്തെ ഭയമാണ് ഈ ഇടുങ്ങിയ റൂം. ഓരോ സെക്കൻഡുകൾ കഴിയുമ്പോഴും ആ റൂം ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി വരികയാണ്. ഇപ്പൊ ഫോർ അവളുടെ അടുത്ത് പറയുന്നത്, ഒരു ഡൗൺലെസ് എങ്ങനെ പ്രവർത്തിക്കുന്നോ അതുപോലെ നീയും പ്രവർത്തിക്കണം എന്നാണ്. ഈ സമയം അവളെ നോക്കുമ്പോൾ അവിടെ താഴെ കുറച്ച് ആണി കിടക്കുന്നുണ്ട്. അവൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ആണി എടുത്തിട്ട് ആ ചുമരിന്റെ അടിയിലേക്ക് തള്ളി വെക്കുകയാണ്. അതോടുകൂടെ ആ റൂം ചുരുങ്ങുന്നത് നിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ രണ്ടാമത്തെ സ്റ്റേജും തീർന്നു. ഇനിയിപ്പോ മൂന്നാമത്തെ സ്റ്റേജാണ് ഡൗൺലെസിന്റെ ലീഡേഴ്സിന്റെ ഒക്കെ ആജ്ഞ അനുസരിക്കുക. അതാണ് ഈ സ്റ്റേജിൽ ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഒരു നിരപരാധിയായ പെണ്ണിനെ അവിടെ ഇരുത്തിയിട്ടുണ്ട്. ഇവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷെ അവളെ കൊന്നുകളയണം. അതാണ് ഈ സ്റ്റേജിൽ അവർ ചെയ്യേണ്ടത്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഫോർ ആ ലേഡിയെ കൊന്നുകളയാണ്. ഇനിയിപ്പോ നാലാമത്തെ സ്റ്റേജാണ്. അവരിപ്പോ എത്തിയിരിക്കുന്നത് അബ്നിഗേഷന്റെ സ്ഥലത്താണ്. ഈ സമയം അവർ റൂമിലേക്ക് ചെല്ലുമ്പോൾ ബിയാട്രിസിന്റെ അച്ഛന്റെ ഫ്രണ്ടായ മാർക്കസ് അങ്ങോട്ട് വരുന്നുണ്ട്. അയാൾ ഫോറിനെ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു ബെൽറ്റും കയ്യിലെടുത്തിട്ടുണ്ട്. അപ്പൊ ഫോറിന്റെ അച്ഛനാണ് മാർക്കസ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. മാത്രമല്ല മാർക്കസ് അവന്റെ പേര് വിളിക്കുമ്പോഴാണ് ഫോറിന്റെ യഥാർത്ഥ പേര് തൗബിയാസ് ആണ് എന്ന കാര്യം അവർക്ക് മനസ്സിലാവുന്നത്. ഈ സമയം മാർക്കസിന്റെ പല രൂപങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. അവരെല്ലാവരും ഫോറിനെ ഉപദ്രവിക്കാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്ന് തന്നെ ഫോർ അവരെ എല്ലാവരും ഇടിച്ചു വീഴ്ത്താണ്. അങ്ങനെ 4 സ്റ്റേജും കഴിഞ്ഞു. അതോടുകൂടെ അവർ ആ ഹാലൂസിനേഷനിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. അങ്ങനെ ആ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് അവരിപ്പോ ഒരു ബിൽഡിങ്ങിന് മുകളിൽ നിൽക്കുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും അവർക്കൊരു കാര്യം മനസ്സിലായി. ഫോറിന് 4 തരത്തിലുള്ള പേടിയാണുള്ളത്. അതുകൊണ്ടാണ് അവന് ഫോർ എന്ന് പേര് വന്നത്. ഈ സമയം അവൾ അവന്റെ അടുത്ത് ചോദിക്കുന്നത്, നിന്റെ ടാറ്റു ഒന്ന് കാണിക്കുമെന്നാണ്. അത് കേട്ട ഉടനെ തന്നെ അവൻ അവന്റെ ബനിയൻ ഊരി കൊടുക്കുന്നു. അവന്റെ പുറത്തായിട്ട് മൊത്തം ടാറ്റു അടിച്ചിരിക്കുകയാണ്. അതിൽ ആ 4 ഫാക്ഷന്റെയും സിമ്പിൾ ഉണ്ട്. ഇതെന്തിനാണ് നീ 4 ഫാക്ഷന്റെയും സിമ്പിൾ ഇവിടെ ടാറ്റു അടിച്ചിരിക്കുന്നത് എന്നാണ് അവള് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ, എനിക്കിങ്ങനെ ഡൗൺലെസ്സിൽ മാത്രം നിലനിന്നാ പോരാ, എനിക്ക് എല്ലാ ഫാക്ഷനും വേണം. ഞാനും നിന്നെ പോലെ ഒരു ഡൈവർജന്റ് ആവാനാണ് ആഗ്രഹിക്കുന്നത്. അതിന്റെ ട്രെയിനിങ് ഞാൻ സ്വയം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ ഇപ്പൊ അവർക്ക് രണ്ടുപേർക്കും പരസ്പരം അവരുടെ കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ അവരിപ്പോ പ്രണയത്തിലായി. അങ്ങനെ പിറ്റേ ദിവസം ഫോർ അവളെയും കൂട്ടിക്കൊണ്ടു പോകുന്നത് മറ്റൊരു ബിൽഡിങ്ങിന് മുകളിലേക്കാണ്. അവിടെ വെച്ച് അവൻ അവൾക്കൊരു കാര്യം കാണിച്ചു കൊടുക്കുകയാണ്. അവൾ താഴേക്ക് നോക്കുമ്പോൾ എറിയോഡൈറ്റ്സിന്റെ കുറച്ച് ആളുകൾ താഴെ നിൽക്കുന്നുണ്ട്. ഇതെന്തിനാണ് ഇവർ ഇങ്ങോട്ട് വന്നത് എന്നാണ് അവൾ ചോദിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, അവർ ചില സപ്ലൈസ് ഒക്കെ ഇങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുകയാണ്. അതിൽ മെയിൻ കാര്യം എന്റെ കയ്യിലിരിക്കുന്ന ഈ മരുന്നാണ്. ഇതൊരു തരത്തിലുള്ള ട്രാൻസ്മിറ്റർ ആണ്. ഇതൊരാളിൽ കുത്തിവെച്ച് കഴിഞ്ഞാൽ അയാൾ പിന്നെ റോബോട്ടാണ്. ആ എറിയോഡൈറ്റുകൾ പറയുന്നത് മാത്രമേ അവരനുസരിക്കത്തുള്ളൂ. അങ്ങനെ ഈ മരുന്ന് ഉപയോഗിച്ച് ഡോൺലെസിന്റെ ഒരു പടയെ തന്നെ ഉണ്ടാക്കി ആ അബ്നിഗേഷനിലെ ആൾക്കാരൊക്കെ ഇല്ലാതാക്കാനാണ് അവർ ശ്രമിക്കുന്നത് എന്നൊക്കെയാണ് ഫോർ അവളുടെ അടുത്ത് പറയുന്നത്. അങ്ങനെ പിറ്റേ ദിവസമായി ഇന്നാണ് അവളുടെ അവസാനത്തെ ടെസ്റ്റ്. എന്നാൽ ഇത്തവണത്തെ ടെസ്റ്റ് ഒരു റൂമിനകത്തല്ല, ഒരു ഹാളിനകത്ത് വെച്ചിട്ടാണ്. മാത്രമല്ല ഒരുപാട് ആളുകൾ അവിടെ കൂടിയിട്ടുണ്ട്. ആ ജിന്നിനും അങ്ങോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഉടനെ തന്നെ അവർ അവളെ ഒരു ചെയറിൽ ഇരുത്തുകയാണ്. അതിനുശേഷം അവളുടെ ശരീരത്തിലേക്ക് ഒരു മരുന്ന് കുത്തിവെക്കുന്നു. അതോടൊപ്പം തന്നെ അവൾക്ക് ആ ഹാലൂസിനേഷൻ വരാൻ തുടങ്ങി. ഇപ്പൊ അവൾ നിൽക്കുന്നത് ആ മതിലിന്റെ അടുത്താണ്. അവിടെ ആ തീയൊക്കെ പിടിച്ചിട്ടുണ്ട്. പെട്ടെന്നാണ് ആ കാക്കകൾ അവളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്.
പക്ഷെ 4 ഇപ്പം ഒരു ഡോൺലെസ് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന കാര്യമൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇത്തവണ അവൾ കുളത്തി ചാടുന്നില്ല. അതിനു പകരം ഡോൺലെസ് ചെയ്യുന്ന പോലെ തന്നെയാണ് അവൾ പ്രവർത്തിക്കുന്നത്. അതായത് അവൾ ഉടനെ തന്നെ ഒരു കമ്പെടുത്തിട്ട് അവിടെ തീ കത്തിക്കുകയാണ്. എന്നിട്ട് ആ തീ വെച്ചിട്ട് കാക്കകളെയൊക്കെ ഓടിക്കുകയും ചെയ്യുന്നു. അടുത്തതായിട്ട് അവൾ ആ ഗ്ലാസ് ബോക്സിന്റെ അകത്താണ്. വെള്ളം പകുതി നിറഞ്ഞിട്ടേ ഉള്ളൂ. ഈ സമയം അവൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവളുടെ കോട്ടൂരി ആ വെള്ളം പമ്പ് ചെയ്യുന്ന പൈപ്പ് മൊത്തം മൂടി വയ്ക്കുകയാണ്. അടുത്ത ടെസ്റ്റിൽ 4 അവളെ റേപ്പ് ചെയ്യാൻ വരുന്നതാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ അവൾ അവനെ ഇടിച്ചു വീഴ്ത്തുന്നു. ഇനിയുള്ളത് 4ാമത്തെ സ്റ്റേജാണ്. ഇത്തവണ അവളുടെ മുന്നിലേക്ക് വരുന്നത് അവളുടെ ഫാമിലി മെമ്പേഴ്സ് ആണ്. ആ ജിനിൻ പറയുന്നത് ഇവരിൽ ഒരാളെ നീ ഇപ്പൊ വെടിവെച്ച് കൊല്ലണം എന്നാണ്. അവൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂളായിട്ട് ഒരു തോക്കെടുത്തിട്ട് അതിലൊരാളെ വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ അവൾ വളരെ കറക്റ്റ് ആയിട്ടാണ് ചെയ്തത്. ഒരു ഡൈവർജന്റ് ആണ് അവൾ എന്ന കാര്യം ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൾ ആ ടെസ്റ്റ് പാസ്സായി. അങ്ങനെ ആ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആ എറിക്കിപ്പം എല്ലാവരെയും കൂട്ടി ഒരു മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഇപ്പൊ ഡോൺലെസ്സിലേക്ക് സെലക്ട് ആയി. ഇനിയിപ്പം നിങ്ങളുടെ ശരീരത്തിലേക്ക് ഒരു ട്രാക്കിംഗ് ഡിവൈസ് സെറ്റ് ചെയ്യാൻ പോവാണ് എന്നൊക്കെയാണ് അവനോടൊന്ന് പറയുന്നത്. അവനത് പറഞ്ഞതിനെ തുടർന്ന് ഡൗൺലെസ്സിലെ കുറച്ച് ആളുകൾ വന്നിട്ട് അവരുടെ എല്ലാവരുടെയും ശരീരത്തിൽ ഇഞ്ചെക്ട് ചെയ്യാൻ തുടങ്ങി. അത് നേരത്തെ 4 അവൾക്ക് കാണിച്ചു കൊടുത്ത ആ സിറം ആണ് എന്ന കാര്യമൊക്കെ മനസ്സിലായി. പക്ഷെ അവൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരുത്തം വന്നിട്ട് അവളുടെ കഴുത്തിലും അത് ഇഞ്ചെക്ട് ചെയ്യാണ്. അങ്ങനെ എല്ലാവരുടെ ശരീരത്തിലും ആ സിറം ഇഞ്ചെക്ട് ചെയ്തതിനു ശേഷം അവരെല്ലാവരും അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകാൻ തുടങ്ങി. എല്ലാവരും ഇപ്പോൾ റോബോട്ടുകളെ പോലെയാണ് നടക്കുന്നത്. ഇനി അവരെന്തു പറയുന്നോ അതേ ഇവരനുസരിക്കത്തുള്ളൂ. എന്നാൽ ബിയാട്രിസിന്റെ കാര്യം അങ്ങനെയല്ല. അവൾ ഡൈവർജന്റ് ആണല്ലോ. അതുകൊണ്ട് തന്നെ അവളുടെ ശരീരത്തിൽ ആ സിറം വർക്ക് ചെയ്യത്തില്ല. അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് ഒരു തോക്കെടുത്തിട്ട് മുന്നോട്ട് നടക്കാൻ തുടങ്ങി. അവരിപ്പോൾ എല്ലാവരും ട്രെയിനിൽ കയറ്റി ആ അബ്നിഗേഷന്റെ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം അവൾ നോക്കുമ്പോൾ അവളുടെ മുന്നിലായിട്ട് 4 നിൽക്കുന്നുണ്ട്. അവൾ നൈസായിട്ട് അവന്റെ അടുത്തേക്ക് പോവാണ്. ബാക്കി എല്ലാവരും റോബോട്ടുകളാണല്ലോ. അതുകൊണ്ട് തന്നെ അവൾ മുന്നോട്ട് നടക്കുന്നത് അവരാരും മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ 4ന്റെ അടുത്ത് എത്തുമ്പോഴാണ് അവൾ തീരെ പ്രതീക്ഷിക്കാത്തൊരു കാര്യം നടക്കുന്നത്. അവൾ അവന്റെ കയ്യിൽ കയറി പിടിക്കുകയാണ്. ഇതിൽ നിന്നും അവനും ഇപ്പൊ ഡൈവർജന്റ് ആയിട്ട് മാറി എന്ന കാര്യമൊക്കെ മനസ്സിലായി. അങ്ങനെ എല്ലാവരും ആ അബ്നിഗേഷന്റെ സ്ഥലത്തെത്തി. ഇപ്പൊ അവരെല്ലാവരും ചേർന്ന് അബ്നിഗേഷന്റെ ആൾക്കാരെയൊക്കെ കൊല്ലും എന്ന കാര്യം ബിയാട്രിസിന് അറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഉടനെ തന്നെ എന്റെ പാരന്റ്സിനെ കണ്ടെത്തണം എന്നാണ് അവൾ 4ന്റെ അടുത്ത് പറയുന്നത്. അങ്ങനെ അവരവിടെ അവളുടെ പാരന്റ്സിനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ എറിക്ക് 4ന്റെ അടുത്തേക്ക് വരുന്നത്. അത് കണ്ട ഉടനെ 4 ആണെങ്കിൽ റോബോട്ടിനെ പോലെ നിൽക്കുകയാണ്. എന്നാൽ എറിക്കിന് എന്തോ ഒരു സംശയമുണ്ട്. അതുകൊണ്ട് അവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തോക്ക് എടുത്തിട്ട് 4നെ നെറ്റിലേക്ക് വെക്കുകയാണ്. ഈ സമയത്താണ് ബിയാട്രിസ് അങ്ങോട്ട് വരുന്നത്. അങ്ങനെ അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അവരെ 2 പേരെ ഇടിച്ചിട്ടതിന് ശേഷം ബിയാട്രിസും 4 അവിടെ നിന്ന് ഓടിപ്പോവാണ്. പക്ഷെ അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. ഈ സമയമാകുമ്പോഴേക്കും ബാക്കിയുള്ളവന്മാരൊക്കെ അങ്ങോട്ട് എത്തി. അങ്ങനെ അവർ ഉടനെ തന്നെ ബിയാട്രിസിനെയും 4നെയും പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവാണ്. അവരെ 2 പേരെയും കൊണ്ടുവന്നത് ആ ജിനിന്റെ അടുത്തേക്കാണ്. ഈ സമയം ജിനിൻ നോക്കുമ്പോൾ ബിയാട്രിസിന്റെ കയ്യിൽ മുറിവേറ്റിട്ടുണ്ട്. അത് കാണുമ്പോൾ ഇവക്ക് മുറിവ് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് റിസൾട്ട് എടുത്താലും വ്യക്തമാകത്തില്ല. അതുകൊണ്ട് ഇവളെ അങ്ങോട്ട് കൊന്നുകളഞ്ഞേക്ക് എന്ന് പറഞ്ഞിട്ട് ജിനിൻ 4നെ അവളുടെ കാറിലേക്ക് കയറ്റിയിട്ട് അവനെയും കൊണ്ട് അവിടെ നിന്ന് പോവാണ്. ഈ സമയം ബാക്കിയുള്ളവരാണെങ്കിൽ ബിയാട്രിസിനെ കൊല്ലാൻ വേണ്ടി വേറൊരു ഭാഗത്തേക്കാണ് കൊണ്ടുവന്നത്. എന്നാൽ ഈ സമയത്താണ് അവളുടെ അമ്മ അങ്ങോട്ട് ഓടി വരുന്നത്. വന്ന ഉടനെ തന്നെ അവൾ അമ്മമാരെ എല്ലാം ഷൂട്ട് ചെയ്ത് വീഴ്ത്താണ്. അതിനുശേഷം അവളെയും കൂട്ടി അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. അവളുടെ അമ്മ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ അവൾ യഥാർത്ഥത്തിൽ ഡോൺലെസ് ആണ് എന്ന കാര്യം ബിയാട്രിസിനും മനസ്സിലായി. അങ്ങനെ അവരവിടെ നിന്ന് രക്ഷപ്പെടാൻ തുടങ്ങുമ്പോഴാണ് ആ വില്ല് അങ്ങോട്ട് വരുന്നത്. ബിയാട്രിസ് എത്ര പറഞ്ഞിട്ടും അവൻ തോക്ക് മാറ്റുന്നില്ല. അങ്ങനെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ബിയാട്രിസ് അവനെ കൊന്നുകളയാണ്. എന്നാൽ ഈ സമയത്താണ് വേറെ കുറെ ആൾക്കാർ വന്നിട്ട് അവർക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നത്. ആ ഷൂട്ട് ഔട്ടിൽ ബിയാട്രിസിന്റെ അമ്മയ്ക്ക് വെടിയേറ്റിട്ടുണ്ട്. ഈ സമയം ബിയാട്രിസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കിടക്കുന്ന തോക്കെടുത്തിട്ട് അങ്ങോട്ട് വന്ന അമ്മമാരെ മൊത്തം കൊന്നുകളയാണ്. അതിനുശേഷം അവളെ നോക്കുമ്പോൾ അവളുടെ അമ്മയ്ക്ക് നല്ല രീതിയിൽ മുറിവ് പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഉടനെ തന്നെ അവളുടെ അമ്മ മരിച്ചു പോവാണ്. അങ്ങനെ അവൾ നേരെ പോകുന്ന അവളുടെ അച്ഛന്റെ അടുത്തേക്കാണ്. ആ അബ്നിഗേഷനിലുള്ള ബാക്കിയുള്ള ടീം അവിടെ ഉണ്ട്. ഈ സമയമാകുമ്പോഴേക്കും ആ ജിനിന്റെ ഉദ്ദേശം മനസ്സിലാക്കിയതുകൊണ്ട് അവളുടെ ബ്രദറും അവളുടെ കൂടെ കൂടിയിരിക്കുകയാണ്. അങ്ങനെ ബിയാട്രിസ് അവിടെ നിൽക്കുന്ന ആളുകളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. ഡോൺലെസ്സിലുള്ള മുഴുവൻ ആളുകളെയും ആ ജിനിൻ അവളുടെ വരുതിയിലാക്കി വെച്ചിരിക്കുകയാണ്. അവൾ അവരുടെ ശരീരത്തിൽ ഒരു സിറം ഇഞ്ചെക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ പറയുന്നത് അവർ കേൾക്കത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് അവരെ ഉണർത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഡൗൺലെസ്സിലേക്ക് ഉടനെ തന്നെ പോകണം എന്നാണ് അവൾ പറയുന്നത്. അങ്ങനെ എല്ലാവരും ആ ട്രെയിനിൽ കയറി ആ ഡൗൺലെസ്സിന്റെ ബിൽഡിങ്ങിലേക്ക് ജമ്പ് ചെയ്യാണ്. അങ്ങനെ അവരിപ്പം ഡൗൺലെസ്സിന്റെ കോട്ടയ്ക്കകത്തെത്തി. ഈ സമയം അവൾ നോക്കുമ്പോൾ ആ പീറ്റർ അവിടെ കാവൽ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അവൻ വിചാരിച്ചാലേ എവിടെ വെച്ചിട്ടാണ് അവർ ഈ പരിപാടി ചെയ്യുന്നത് എന്ന കാര്യം അവർക്ക് മനസ്സിലാക്കാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ ബിയാട്രിസ് വേഗം തന്നെ ചെന്നിട്ട് അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അതിനിടയിൽ അവൾ അവനെ നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. വെടി കൊണ്ട് കഴിയുമ്പോൾ അവനിപ്പോൾ അവരുടെ കൂടെ നിൽക്കുകയാണ്. അങ്ങനെ പീറ്റർ അവരെല്ലാവരെയും കൂട്ടി അവരുടെ ആ കൺട്രോൾ റൂമിലേക്കാണ് പോകുന്നത്. ഈ സമയം അവിടെയും കുറെ കാവൽക്കാർ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഉടനെ തന്നെ അവർ പരസ്പരം ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. ആ വെടിവെപ്പിൽ ബിയാട്രിസിന്റെ അച്ഛനും മരിക്കുന്നു. അങ്ങനെ പിന്നെയും അവരവിടെ സെർച്ച് ചെയ്യാണ്. അങ്ങനെ കുറച്ച് സമയം സെർച്ച് ചെയ്യുമ്പോൾ ബിയാട്രിസ് അവരുടെ കൺട്രോൾ റൂം കണ്ടെത്തി. അവൾ നോക്കുമ്പോൾ 4നെ അവരവിടെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവന്റെ ശരീരത്തിലേക്കും അവർ ആ ഡ്രഗ് ഇഞ്ചെക്ട് ചെയ്തിട്ടുണ്ട്. ഈ സമയം അവൾ നേരെ പോകുന്നത് 4ന്റെ അടുത്തേക്കാണ്. എന്നാൽ അവനിപ്പം അവരുടെ കൺട്രോളിലാണ്. അതുകൊണ്ട് തന്നെ അവൻ ഉടനെ തന്നെ അവളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് സമയം അവർ തമ്മിലുള്ള ആ ഫൈറ്റ് നടക്കുന്നുണ്ട്. ആ ഫൈറ്റിന്റെ ഇടയിൽ അവനെ പറഞ്ഞ് മാറ്റാൻ അവൾ ഒരുപാട് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ടും അതൊന്നും അവന്റെ തലയിലേക്ക് കയറുന്നില്ല. അതിനിടയിലാണ് അവൾ ഒരു തോക്ക് എടുത്തിട്ട് അവളുടെ തന്നെ നെറ്റിയിലേക്ക് വെക്കുന്നത്. അതിനുശേഷം വീണ്ടും അവന്റെ അടുത്ത് കാര്യങ്ങൾ പറയാൻ തുടങ്ങി.
ഞാൻ ബിയാട്രിസ് ആണ്, നീ എന്നെ ഒന്ന് മനസ്സിലാക്ക്, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവൾ അവനെ തിരിച്ചു വിളിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ കുറെയൊക്കെ അവൾ പറഞ്ഞു കഴിയുമ്പോൾ അവൻ അവന്റെ യഥാർത്ഥ ബോധത്തിലേക്ക് വന്നു. അതിനെ തുടർന്ന് അവൻ പെട്ടെന്ന് തന്നെ ബാക്കിയുള്ളവരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവരവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജിനിൻ നേരെ പോകുന്ന ആ കമ്പ്യൂട്ടറിന്റെ അടുത്തേക്കാണ്. ആ കമ്പ്യൂട്ടറിൽ ഒരു ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ പുറത്ത് നിൽക്കുന്ന ഡോൺലെസ്സിലെ ആൾക്കാരൊക്കെ ആ അബ്നിഗേഷനിലെ ആൾക്കാരെ കൊല്ലും. അതാണ് ഇപ്പോൾ അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ആ പരിപാടി മൊത്തം ഷട്ട് ഡൗൺ ചെയ്തിട്ടില്ലെങ്കിൽ അബ്നിഗേഷനിലുള്ള ആൾക്കാരെല്ലാം മരിക്കും എന്ന കാര്യം ബിയാട്രിസിന് മനസ്സിലായി. അവൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കത്തി എടുത്തിട്ട് ഒറ്റ ഏറ് കൊടുക്കുകയാണ്. അത് ജിനിന്റെ കയ്യിലാണ് തുളച്ചു കയറുന്നത്. അങ്ങനെ ആ കത്തി വലിച്ചൂരി അവൾ അതെടുത്തിട്ട് ആ ജിനിന്റെ കഴുത്തിലേക്ക് വെക്കുന്നു. മര്യാദയ്ക്ക് ഇത് ഓഫാക്കുന്നതായിരിക്കും നിനക്ക് നല്ലത് എന്നാണ് ബിയാട്രിസ് പറയുന്നത്. എന്നാൽ അതുകൊണ്ടൊന്നും ജിനിൻ കേൾക്കുന്നില്ല. ഈ സമയത്താണ് 4 അങ്ങോട്ട് വന്നിട്ട് അവിടെ കിടക്കുന്ന ആ സീറോ എടുത്തിട്ട് അവൾക്ക് ഇട്ടുകൊടുക്കുന്നത്. അത് കിട്ടിയ ഉടനെ അവൾ അതെടുത്തിട്ട് ആ ജിനിന്റെ കഴുത്തിൽ കുത്തിവയ്ക്കുകയാണ്. ഇനിയിപ്പം അവർ പറഞ്ഞ ജിനിൻ കേൾക്കും. അങ്ങനെ അവളുടെ നിർദ്ദേശപ്രകാരം ജിനിൻ ആ പ്രോഗ്രാം മൊത്തം ഷട്ട് ഡൗൺ ചെയ്യാണ്. മാത്രമല്ല അത് മൊത്തം ഇറേസ് ചെയ്യുകയും ചെയ്യുന്നു. അതോടുകൂടെ പുറത്ത് നിൽക്കുന്ന ഡോൺലെസ്സിലെ ആൾക്കാർ മൊത്തം അവരുടെ നോർമൽ അവസ്ഥയിലേക്ക് വരികയാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റായി. അവർ വേഗം തന്നെ എല്ലാവരും കൂട്ടി ആ ട്രെയിനിലേക്ക് കയറി. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ ആ കോംപ്ലക്സിൽ നിന്ന് പുറത്തേക്ക് കിടക്കുകയാണ്. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അയക്കാൻ മറക്കരുതേ. അപ്പോൾ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.